बालक तेरे, तुमरी कृपा में है सुख घनेरे. പ്രിയപ്പെട്ട മകളെ, നീ പോവുകയാണോ? ഇതാരാ? നീ ഇപ്പോൾ എന്നെയാണ് ഓർമ്മിച്ചത്. എന്ത്? പ്രിയ, രാഹുൽ, നിങ്ങളെന്താ തമാശ കളിക്കാണോ? പ്രിയപ്പെട്ട കുഞ്ഞെ, നീ എല്ലാ ദിവസവും എന്നോട് സംസാരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ എനിക്ക് നിന്നോട് സംസാരിച്ചുകൂടെ? ഭഗവാനെ, ഇത് അങ്ങാണോ? അതെ മോളെ, നിനക്കെന്നെ ബാബ എന്ന് വിളിക്കാം. അങ്ങ് ഈശ്വരനാണ്, പരമാത്മാവാണ്. ഞാൻ അങ്ങയെ എങ്ങനെ ബാബ എന്ന് വിളിക്കും? നീ എന്നെ അച്ഛ എന്ന് വിളിച്ചുകൊണ്ടാണ് ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അച്ഛനെ ബാബ എന്ന് സ്നേഹപൂർവ്വം അഭിസംബോധന ചെയ്തുകൂടെ? ബാബ ബാബ എന്ന് വിളിക്കുന്നത് കുറച്ച് വ്യത്യസ്തമാണ്, എന്നാൽ നല്ലതുമാണ്. ഇന്നു മുതൽ ഞാൻ എൻ്റെ ഭഗവാനെ എൻ്റെ ബാബ എന്ന് വിളിക്കും. കുഞ്ഞേ, നിന്റെ ജീവിതം എങ്ങനെ പോകുന്നു? എന്തു പറയാനാണ് ബാബ, ഞാൻ ദിവസം മുഴുവൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നന്നായി പ്രയത്നിക്കുന്നുണ്ട്, എന്നിട്ടും ആരും തൃപ്തരല്ല. എന്റെ ആശങ്കകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. നിശബ്ദമായി സഹിക്കുന്നത് എനിക്കൊരു ശീലമായി മാറി. ജീവിതം ഇങ്ങനെ തന്നെ ആയിരിക്കുന്ന എനിക്ക് തോന്നുന്നേ. എന്റെ കൃപയാൽ നീ വളരെയധികം സന്തോഷം അനുഭവിക്കുന്നു എന്ന് ഇപ്പോൾ പാടിയല്ലോ. പക്ഷെ ബാബ, അതൊരു ഭക്തിഗാനമല്ലേ? അപ്പോൾ നിനക്ക് എന്നിൽ നിന്നും സന്തോഷം ലഭിക്കുന്നില്ലേ? ഞാനിതൊന്നും ചിന്തിച്ചിട്ടേയില്ല. മോളെ, സൂര്യൻ എപ്പോഴും പ്രകാശം നൽകുന്നുണ്ട്. എന്നാൽ നിങ്ങൾ ജനാല തുറന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇരുട്ട് മാത്രമേ അനുഭവപ്പെടൂ. ഞാൻ സർവശക്തനാണ്. ഞാൻ ദുഃഖമില്ലാതാക്കുന്നവനും സുഖം നൽകുന്നവനുമാണ്. ഞാൻ ശാന്തിയുടെ സാഗരമാണ്. നീ എന്നിൽ നിന്നും എല്ലാ ശക്തികളും എടുത്ത് സ്വയം ശക്തിശാലിയായി മാറണം. ബാബ, ഒരു മിനിറ്റ്. മോളെ, നിനക്കെന്തെങ്കിലും തിരക്കുണ്ടോ? ഓഫീസിൽ നിന്നുള്ള കോളാണ്. ശരി കുട്ടി, നിനക്ക് പോകാറായില്ലേ? ഫോൺ ചാർജ് ചെയ്തോ? ബാബ, ഫോൺ ചാർജ് ചെയ്യാതിരുന്നാൽ ദിവസം മുഴുവൻ ഒരു ജോലിയും നടക്കില്ല. അതുപോലെ തന്നെ സ്വയം ചാർജ് ചെയ്യാതെ സുഖവും ശാന്തിയും അനുഭവിക്കാൻ കഴിയില്ല. അങ്ങ് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ബാബ. സാരമില്ല, നാളെ കുറച്ച് സമയം കണ്ടെത്തൂ. ഞാൻ നിനക്ക് മനസ്സിലാക്കി തരാം. അങ്ങനെ വീണ്ടും കാണൂ? നീ പഠിക്കാൻ ആഗ്രഹിക്കുമ്പോഴെല്ലാം ബാബ അവിടെ എത്തും. താങ്ക് യു ബാബ. ബാബ, എനിക്ക് നാളെ വരെ കാത്തിരിക്കാൻ കഴിയില്ല. എനിക്കിപ്പോൾ തന്നെ സ്വയത്തെ ചാർജ് ചെയ്യണം. മോളെ, എന്തു പറ്റി നിനക്ക്? ഇന്നു നീ അസ്വസ്ഥയാണല്ലോ. ബാബ, ഇന്നൊരു മോശം ദിവസമായിരുന്നു. രാവിലെ തന്നെ രോഹിത് എന്നോട് ദേഷ്യപ്പെട്ടു. ഓഫീസിലെത്തിയപ്പോൾ പുതിയ ട്രെയിനിൽ കമ്പ്യൂട്ടർ ഗെയിം കളിക്കുകയായിരുന്നു. പ്രോജക്ട് മീറ്റിംഗിൽ എന്റെ ബോസ് എന്റെ ജൂനിയേഴ്സിന്റെ മുന്നിൽ വെച്ച് എന്നെ അപമാനിച്ചു. ലതയില്ലേ, ഞാൻ കണ്ണടച്ച് വിശ്വസിക്കുന്ന എന്റെ ജോലിക്കാരി, അവൾ ഇന്ന് പണം മോഷ്ടിക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു. പ്രിയപ്പെട്ട കുഞ്ഞെ, ഭർത്താവ് ദേഷ്യപ്പെടുമ്പോൾ അസ്വസ്ഥയാകുന്നത് സ്വാഭാവികമാണെന്ന് നിനക്ക് തോന്നിയിട്ടുണ്ടാവും. മറ്റൊരാളുടെ തെറ്റ് കാണുമ്പോൾ നിനക്ക് ദേഷ്യം വരുന്നത് സ്വാഭാവികമാണെന്ന് നീ കരുതുന്നു. ഇൻസൾട്ട് ചെയ്താൽ അപമാനിതയായി തോന്നുന്നതും സ്വാഭാവികമാണെന്ന് കരുതുന്നു. ആരെങ്കിലും നിന്റെ വിശ്വാസത്തെ തകർത്തുവെങ്കിൽ
വിഷമിക്കുന്നത് സ്വാഭാവികമാണെന്ന് നീ വിശ്വസിക്കുന്നു. ഒബ്വിയസ്ലി സ്വാഭാവികമാണ്, ഉറപ്പല്ലേ? അത് സ്വാഭാവികമല്ല കുട്ടി, അത് നിന്റെ ചോയ്സാണ്. എനിക്ക് കരയാൻ ഇഷ്ടമാണെന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? പ്രിയപ്പെട്ട കുട്ടി, ഒരാത്മാവ് ദേഷ്യപ്പെട്ടു, മറ്റൊരാത്മാവ് ചതിച്ചു. അത് അവരുടെ സംസ്കാരമാണ്. താങ്കൾ ചെയ്തത് താങ്കളുടെ സംസ്കാരമാണ്. താങ്കളുടെ സംസ്കാരം അവരെ ആശ്രയിച്ചല്ല ഉള്ളത്, അതൊരു സാഹചര്യമായിരുന്നു. താങ്കളുടെ ശ്രദ്ധ താങ്കളുടെ മാനസികാവസ്ഥയിലായിരിക്കണം. നിന്നിൽ ശാന്തിയുടെ സംസ്കാരമുണ്ട്, ക്ഷമയുടെ സംസ്കാരമുണ്ട്, സ്നേഹപൂർവ്വം പറഞ്ഞു മനസ്സിലാക്കാനുള്ള സംസ്കാരവുമുണ്ട്. പക്ഷേ എനിക്ക് ദേഷ്യത്തിന്റെയും അസ്വസ്ഥമാകുന്നതിന്റെയും സംസ്കാരമുണ്ട്. അപ്പോൾ ഏത് സംസ്കാരം പെരുമാറ്റത്തിൽ കൊണ്ടുവരണമെന്നതിനെക്കുറിച്ചുള്ള ചോയ്സ് ലഭിച്ചുവല്ലോ. പക്ഷേ ആ സമയത്ത് ചോയ്സ് ഒക്കെ ആർക്കെങ്കിലും ഓർമ്മ വരുമോ? അതാണ് നിങ്ങൾ പരിശീലിക്കേണ്ടത്. അത്തരം സാഹചര്യങ്ങളിൽ പോലും എനിക്ക് ശാന്തമായിരിക്കാൻ കഴിയുമെന്നാണോ അങ്ങ് പറയുന്നത്? തീർച്ചയായും. കാരണം ശാന്തി നിന്റെ സ്വഭാവമാണ്. ഇന്ന് എന്റെ വായിൽ നിന്ന് വന്ന വാക്കുകൾ വളരെ മോശമായിരുന്നു. എനിക്ക് അവയൊന്നും അങ്ങയോട് പറയാൻ പോലും കഴിയില്ല. എന്റെ വായിൽ നിന്ന് വാക്കുകൾ വന്നുപോയി എന്നാണ് നീ ഇപ്പോൾ പറഞ്ഞത്. അതിനർത്ഥം നീ നിന്റെ മനസ്സിന്റെയും ഇന്ദ്രിയങ്ങളുടെയും അടിമയാണെന്നാണ്. മോളെ, നീ അധികാരിയാണെന്ന് മറന്നുപോയിരിക്കുന്നു. നിന്റെ മനസ്സിന്റെ യജമാനനാണ്, നിന്റെ സംസ്കാരങ്ങളുടെ അധികാരിയാണ്. നിന്റെ നാവിന്റെ നിയന്ത്രണം നിന്റെ പക്കലാണുള്ളത്. വൗ! അതായത് എന്റെ മനസ്സ് എന്റെ നിയന്ത്രണത്തിൽ നിൽക്കുമെന്നാണോ പറയുന്നത്? ബാബ, ഈ മാജിക് ഒന്ന് വേഗം എനിക്ക് വേണ്ടി ചെയ്യുമോ പ്ലീസ്? തീർച്ചയായും. അതിനു മുൻപായി നീ സ്വയം പരിചയപ്പെടുത്തൂ. എന്റെ പേര് സ്വാതി എന്നാണ്. ഞാനൊരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആണ്. ഞാൻ രോഹിത്തിന്റെ ഭാര്യയാണ്, രാഹുലിന്റെയും പ്രിയയുടെയും അമ്മയാണ്. അത്രയും മതി എന്റെ കുഞ്ഞെ. നിന്റെ പേര്, നിന്റെ വിദ്യാഭ്യാസം, നിന്റെ കുടുംബം, നിന്റെ സ്ഥാനം, നിന്റെ ജാതി, നിന്റെ മതം, നിന്റെ ശരീരം, ഇതെല്ലാം നിന്റേതാണ്. എന്റേത് എന്നാണ് നീ ഇതിനെക്കുറിച്ചെല്ലാം പറയുന്നത്. എന്നാൽ ഇതെല്ലാം എന്റേതെന്ന് പറയുന്ന ആ ആൾ ഞാൻ ആരാണ്? ഞാൻ ഈ ശരീരമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ എന്റെ മുഖം, എന്റെ കൈ, എന്റെ ശരീരം എന്നാണ് പറയാറുള്ളത്. നിന്റെ ശരീരം പുറമേക്ക് കാണാനാവുന്നതാണ്, എന്നാൽ നിന്നിലെ ഊർജം പുറമേക്ക് കാണപ്പെടുന്നതല്ല. ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്ന ചൈതന്യ ശക്തിയെ ആത്മാവ് എന്ന് വിളിക്കുന്നു. സ്വയം അനുഭവം ചെയ്യൂ. നെറ്റിയുടെ നടുവിൽ തിളങ്ങുന്ന നക്ഷത്രമായി സ്വയം ഫീൽ ചെയ്യൂ. നീ ഊർജമാണ്, നീ ഒരാത്മാവാണ്. എന്നാൽ ബാബ, ഞാൻ ആത്മാവിനെ ഒരിക്കലും കണ്ടിട്ടേ ഇല്ലല്ലോ. പിന്നെ എങ്ങനെയാണ് ഞാനൊരു ആത്മാവാണെന്ന് വിശ്വസിക്കുക? ഈ ഫാൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, എന്നാൽ അതിനെ പ്രവർത്തിപ്പിക്കുന്ന ശക്തി അഥവാ വൈദ്യുതി നമുക്ക് കാണാൻ കഴിയാറില്ലല്ലോ. കറണ്ട് ഇല്ലെങ്കിൽ ഫാന് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. അതുപോലെ തന്നെ ആത്മാവ് ശരീരം വിട്ടുപോയാൽ പിന്നെ ആ ശരീരം കൊണ്ട് ഒരു പ്രയോജനവുമില്ല. അതിനെ നിങ്ങളുടെ ലോകത്ത് മരണം എന്ന് വിളിക്കുന്നു. എന്നാൽ ഞാൻ ആ ഒരു ശക്തിയെ ഫീൽ ചെയ്യേണ്ടതല്ലേ? പ്രിയപ്പെട്ട കുട്ടി, നീ നിന്റെ മനസ്സിനെ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടോ? മനസ്സ് ദിവസം മുഴുവൻ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. തടയണമെന്ന് തോന്നിയാലും മനസ്സ് ചിന്തിക്കുന്നത് നിർത്തുന്നില്ല. ആത്മാവ് 3 കാര്യങ്ങളാണ് ചെയ്യുന്നത്. ആത്മാവ് ചിന്തിക്കുന്ന ജോലി ചെയ്യുമ്പോൾ അതിനെ നമ്മൾ മനസ്സ് എന്ന് വിളിക്കുന്നു. ഉദാഹരണത്തിന്, ഒരു കാര്യം നടന്നു എന്ന് കരുതുക. നിങ്ങളുടെ മനസ്സ് പറയുന്നു, സത്യം പറഞ്ഞാൽ വഴക്ക് കേൾക്കേണ്ടി വരും, എന്നാൽ കള്ളം പറഞ്ഞാൽ കാര്യം നടക്കുകയും ചെയ്യും. മനസ്സ് അനേകം ചിന്തകളെ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ ആത്മാവിന് ചിന്തകളെ
നല്ലതും ചീത്തയും എന്ന് വേർതിരിച്ച് മനസ്സിലാക്കി ഒരു തീരുമാനമെടുക്കേണ്ടി വരുന്നു. അതിനെ ബുദ്ധി എന്ന് പറയുന്നു. കള്ളം പറയണമെന്ന് നിങ്ങളുടെ ബുദ്ധി പലപ്പോഴും തീരുമാനിക്കുകയാണെങ്കിൽ കള്ളം പറയുന്നത് നിങ്ങളുടെ സംസ്കാരമാകും. ഒരിക്കൽ അത് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ പെരുമാറ്റത്തിൽ ആ സംസ്കാരം വരണമെന്ന് നിങ്ങൾ തീരുമാനിക്കേണ്ടി വരുന്നില്ല. ദേഷ്യം വരികയല്ലാതെ വേറെ വഴിയില്ലെന്ന് അപ്പോഴാണ് പറയുന്നത്. നിങ്ങളൊരു വ്യക്തിയാണ്, എന്നാൽ ഒരാൾക്ക് നിങ്ങൾ മകളാണ്, മറ്റൊരാൾക്ക് അമ്മയാണ്, വേറൊരാൾക്ക് ഭാര്യയാണ്. എന്നാൽ നിങ്ങൾ ഒരു വ്യക്തി മാത്രമാണ്. അതുപോലെ ആത്മാവ് ഒരൊറ്റ ഊർജമാണ്. മനസ്സ്, ബുദ്ധി, സംസ്കാരം എന്നിങ്ങനെ 3 കാര്യങ്ങൾ ചെയ്യുന്ന ഒരൊറ്റ ഊർജമാണ് ആത്മാവ്. ബാബ, എന്റെ ആത്മാവ് ശക്തിശാലിയാണെങ്കിൽ എന്റെ മനസ്സ് എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കുമെന്നല്ലേ ഇതിനർത്ഥം? എന്റെ ബുദ്ധി കൃത്യമായ തീരുമാനങ്ങൾ എടുക്കും. എന്റെ എല്ലാ സംസ്കാരങ്ങളും നല്ലതായിരിക്കും, അങ്ങനെയല്ലേ? വളരെ ശരിയാണ് കുഞ്ഞെ, നീ ബുദ്ധിമതിയാണല്ലോ. നമ്മൾ എന്തിനാണ് തെറ്റായ സംസ്കാരങ്ങൾ സൃഷ്ടിച്ചത്? കുഞ്ഞെ, ബാക്കിയുള്ള കാര്യങ്ങൾ നാളെ മനസ്സിലാക്കാം. ഇത്രയും ഓർത്താൽ മതി. നിങ്ങളുടെ സംസ്കാരങ്ങൾ ഉണ്ടാക്കിയെടുത്തത് നിങ്ങളാണ്. അതിനാൽ ഏത് സംസ്കാരവും മാറ്റുന്നത് നിങ്ങൾക്ക് എളുപ്പവുമാണ്. ഞാൻ ഇപ്പോൾ തന്നെ വളരെ പവർഫുള്ളായി ഫീൽ ചെയ്യുന്നു ബാബ. പ്രിയപ്പെട്ട കുഞ്ഞെ, ആത്മാവിന് ശക്തിപ്പെടുത്തുന്നതിനായി നമുക്കൊരു ഡ്രില്ല് ചെയ്യാം. നിങ്ങളുടെ നെറ്റിയുടെ മധ്യഭാഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഈ ചിന്തകൾ സൃഷ്ടിക്കുക. ഞാൻ ആത്മാവാണ്, ഈ ശരീരത്തെ നിയന്ത്രിക്കുന്ന ഊർജമാണ് ഞാൻ. ഞാൻ എൻ്റെ ശരീരത്തിൻ്റെ യജമാനനാണ്. ഞാൻ എൻ്റെ മനസ്സിൻ്റെ യജമാനനാണ്. ഞാൻ എൻ്റെ ഇന്ദ്രിയങ്ങളുടെ യജമാനനാണ്. ഞാൻ ആത്മാവ് ഒരു പ്രകാശ ബിന്ദുവാണ്, തിളങ്ങുന്ന നക്ഷത്രമാണ്. ഞാൻ പ്രകാശമാണ്. ഞാൻ ശക്തനാണ്. ഞാൻ ശക്തിശാലിയായ ആത്മാവാണ്. ഞാൻ ആത്മാവായാലും സ്വാതിയായാലും എന്ത് വ്യത്യാസമാണുള്ളത്? എന്തായാലും എനിക്ക് അതേ ജോലികളൊക്കെ ചെയ്യണമല്ലോ. കുഞ്ഞേ, നീ ഈ വാഹനമാണോ അതോ ഈ വാഹനത്തിന്റെ ഡ്രൈവറാണോ? ഇവ തമ്മിൽ വല്ല വ്യത്യാസമുണ്ടോ? ഞാൻ ഡ്രൈവറാണെന്ന കാര്യം മറന്നാൽ കാർ നിയന്ത്രണം വിട്ടുപോകും. പ്രിയപ്പെട്ട കുഞ്ഞേ, ഈ ശരീരത്തെ നിയന്ത്രിക്കുന്ന ഊർജവും അതുപോലെ തന്നെയാണ്. നീ ഒരു ആത്മാവാണ്. എന്നാൽ നീ അത് മറന്നതിനാൽ നിന്റെ മനസ്സും ബുദ്ധിയും സംസ്കാരങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും നിന്റെ ആജ്ഞകളനുസരിച്ച് പ്രവർത്തിക്കില്ല. ബന്ധങ്ങളിലെ അസന്തുഷ്ടി, അശാന്തി, ദുഃഖം, ശാരീരിക രോഗങ്ങൾ, സംഘർഷങ്ങൾ എന്നിവയുടെ മൂലകാരണം ഇതാണ്. ബാബ, ഞാനിത് എങ്ങനെ ചെയ്യണമെന്ന് ഒന്ന് വിശദീകരിക്കാമോ? കുഞ്ഞേ, ഓരോ ആത്മാവിലും 5 തരത്തിലുള്ള സംസ്കാരങ്ങളുണ്ട്. ആത്മാവ് തൻ്റെ കഴിഞ്ഞ ജന്മത്തിൽ നിന്നും കൂടെ കൊണ്ടുവന്ന സംസ്കാരങ്ങളാണ് ആദ്യത്തെ പ്രകാരത്തിലുള്ള സംസ്കാരങ്ങൾ. ഓ ദൈവമേ, എനിക്ക് കഴിഞ്ഞ ജന്മങ്ങളിൽ നിന്നുള്ള സംസ്കാരവുമുണ്ടോ? കുഞ്ഞേ, നീ ഒരു ആത്മാവാണ്. ശരീരം നിന്റെ വസ്ത്രമാണ്. ഓരോ ജന്മത്തിലും ശരീരമാകുന്ന വസ്ത്രമാണ് മാറുന്നത്. ആത്മാവ് അതേപടി നിലനിൽക്കുന്നു. ഓ, ഇന്നലെ ഞാൻ നീല നിറത്തിലുള്ള ഡ്രസ്സാണ് ധരിച്ചിരുന്നത്. ഇന്ന് ഞാൻ വെളുത്ത ഡ്രസ്സാണ് ധരിച്ചിരിക്കുന്നത്. എന്നാൽ ഞാൻ അതേ വ്യക്തിയാണ്. മോളെ, നീ അഥവാ ആത്മാവ് ഈ ശരീരം ഉപേക്ഷിച്ചു പോകുമ്പോൾ നിന്റെ എല്ലാ കർമ്മങ്ങളും സംസ്കാരങ്ങളും നിന്നോടൊപ്പം കൊണ്ടുപോകുന്നു. എന്തെന്നാൽ അവയെല്ലാം ആത്മാവിന്റെ ഭാഗങ്ങളാണ്. മരണം ശരീരത്തിനാണ് സംഭവിക്കുന്നത്. ആത്മാവ് ജരാനരകളില്ലാത്തതും മരണമില്ലാത്തതും നശിക്കാത്തതുമാണ്.
നിങ്ങൾക്ക് 2 കുട്ടികളുണ്ടല്ലോ. അവർ 2 പേരും ഒരുപോലെയാണോ? രാഹുലും പ്രിയയും തികച്ചും വിപരീത സ്വഭാവക്കാരാണ്. ഒരാൾ ശാന്തപ്രകൃതമാണ്, എന്നാൽ മറ്റേയാളെ ശാന്തമാക്കാനാണ് പ്രയാസം. അവർ 2 പേരും ആത്മാക്കളാണ്. അവർ തങ്ങളുടെ സംസ്കാരങ്ങൾ അവരുടെ മുൻ ജന്മങ്ങളിൽ നിന്നാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർ വളരെ വ്യത്യസ്തരായിരിക്കുന്നത്. നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന്, മറ്റ് കുടുംബാംഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നവയാണ് 2ാമത്തെ തരം സംസ്കാരങ്ങൾ. രാഹുലിന്റെ പല സ്വഭാവങ്ങളും എന്റേതുപോലെയാണ്. പ്രിയ ശരിക്കും അവളുടെ അച്ഛനെ പോലെയാണ്. 3ാമത്തെ തരം സംസ്കാരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് നിങ്ങളുടെ കൂട്ടുകെട്ടിൽ നിന്നുമാണ്. നിങ്ങൾ ഉൾപ്പെടുന്ന ആളുകളുടെ കൂട്ടുകെട്ടിന്റെ സ്വാധീനം നിങ്ങളിലും ഉണ്ടാകുന്നു. സുഹൃത്തുക്കളുടെ സ്വാധീനം ഉണ്ടാവും. പക്ഷെ ബാബ, ഇക്കാലത്ത് ഫോണും ടിവിയും കണ്ടാണ് കുട്ടികൾക്ക് പല ശീലങ്ങളും രൂപപ്പെടുന്നത്. പ്രിയപ്പെട്ട കുഞ്ഞെ, കൂട്ടുകെട്ടുകളെ വളരെ ശ്രദ്ധിക്കണം. ശരിയായത് നിങ്ങളെ മുന്നോട്ട് നയിക്കും, തെറ്റായത് നിങ്ങളെ മുക്കിക്കളയും. നിങ്ങളുടെ ഇച്ഛാശക്തി ഉപയോഗിച്ച് ആത്മാവിനെ സൃഷ്ടിക്കാൻ കഴിയുന്നവയാണ് 4ാമത്തെ തരം സംസ്കാരങ്ങൾ. പക്ഷെ ബാബ, ഇപ്പോൾ ഇച്ഛാശക്തിയും പ്രവർത്തിക്കുന്നില്ല. ദേഷ്യപ്പെടേണ്ടെന്ന് ഞാൻ പലതവണ ഡിസൈഡ് ചെയ്തതാണ്. പക്ഷെ ഒരു കാര്യമില്ല. എന്നാൽ നിമിഷങ്ങൾക്കകം എൻ്റെ ദേഷ്യം പഴയതുപോലെ തന്നെ തിരികെ വരും. അതിനാണ് കുട്ടി, നിങ്ങളുടെ 5ാമത്തെ തരം സംസ്കാരങ്ങളെ എപ്പോഴും ഓർമ്മിക്കേണ്ടത്. അവയാണ് ആത്മാവിൻ്റെ യഥാർത്ഥ സംസ്കാരങ്ങൾ. അതായത് നമ്മുടെ യഥാർത്ഥ സംസ്കാരങ്ങളോ? അതേ മോളെ, ഇന്നു രാവിലെ നീ ഈ വെള്ള വസ്ത്രം ധരിച്ചു. പകൽ മുഴുവൻ അതിൽ പൊടിയും കറയും പുരളും. എന്നാൽ അവ വെറും കറകൾ മാത്രമാണ്. എന്നാൽ കറ നീക്കം ചെയ്യാവുന്നതാണ്. അതുപോലെ ആത്മാവിൻ്റെ യഥാർത്ഥ സ്വഭാവം പവിത്രമാണ്. ജനന മരണ ചക്രത്തിലൂടെ കടന്നുവന്ന് നിങ്ങൾ നിരവധി സംസ്കാരങ്ങളെ സൃഷ്ടിക്കുന്നു. കാമം, കോപം, അത്യാഗ്രഹം, ആസക്തി, അഹംഭാവം, ദുഃഖം, ഉത്കണ്ഠ, അസൂയ. പക്ഷെ ബാബ, ഇപ്പോൾ വസ്ത്രത്തിൽ ധാരാളം കറകളുണ്ട്. വെള്ള നിറം പോലും കാണുന്നില്ല. എന്നാലും അവ കറകളാണല്ലോ. കറകളെ നീക്കം ചെയ്താൽ ആത്മാവിന് തൻ്റെ ശുദ്ധമായ സ്വഭാവം വീണ്ടും അനുഭവിക്കാനാവും. ഓരോ ആത്മാവിനും 7 യഥാർത്ഥ സംസ്കാരങ്ങളുണ്ട്. പവിത്രത, സുഖം, ശാന്തി, പ്രേമം, ശക്തി, ജ്ഞാനം, ആനന്ദം എന്നിവയാണ്. ശാന്തി ലഭിക്കാനായി ഞങ്ങൾ ദൂരെ സ്ഥലങ്ങളിൽ പോകാറുണ്ട്. പണമെല്ലാം സന്തോഷം കണ്ടെത്തുന്നതിനാണ് ഞങ്ങൾ ചെലവഴിക്കുന്നത്. എന്നിട്ടും ഞങ്ങൾ അസന്തുഷ്ടരാണ്. ആളുകളിൽ നിന്ന് ഞങ്ങൾ സ്നേഹം പ്രതീക്ഷിക്കുന്നു. ഇച്ഛാശക്തി വളരെ കുറഞ്ഞു. ചായ ഉപേക്ഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. 1 വർഷമായി ശ്രമിക്കുന്നു. പക്ഷെ എനിക്കത് വേണ്ടെന്ന് വെക്കാൻ കഴിയുന്നില്ല. സ്വയത്തെ ഈ ശരീരമോ ബന്ധമോ സ്ഥാനമോ ആണെന്ന് വിശ്വസിച്ചപ്പോൾ സന്തോഷവും സ്നേഹവും ശക്തിയും നിങ്ങൾ ആളുകളിൽ നിന്ന് തിരിയാൻ തുടങ്ങി. അവരിൽ അതൊന്നും കണ്ടെത്താൻ നിങ്ങൾക്കാവില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ സംഘർഷവും ഉത്കണ്ഠയും ദുഃഖവും എല്ലാം വർദ്ധിക്കുന്നത്. ബാബ, എന്റെ യഥാർത്ഥ സംസ്കാരങ്ങൾ എനിക്ക് എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുമെന്ന് ഒന്ന് പറഞ്ഞു തരുമോ? എല്ലാ ദിവസവും രാവിലെ സ്വയം ധ്യാനം പരിശീലിക്കുക. നിങ്ങൾ ആരാണെന്നും നിങ്ങളുടെ സംസ്കാരങ്ങൾ എന്താണെന്നും സ്വയം ഓർമ്മിപ്പിക്കുക. എല്ലാ ദിവസവും നിങ്ങൾ ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങൾ ശുദ്ധവും ശാന്തവും പിന്നെ സ്നേഹം നിറഞ്ഞതും ശക്തിശാലിയുമായ ആത്മാവാണെന്ന് ഓർക്കുക. അല്പം ശ്രദ്ധിച്ചാൽ മാത്രം മതി. ദിവസം മുഴുവൻ എനിക്ക് എങ്ങനെയാണ് ശ്രദ്ധിക്കാനാവുക? ദിവസം മുഴുവനും ടെൻഷനിൽ കഴിയാമെങ്കിൽ ആ ടെൻഷൻ വെക്കാനും കഴിയില്ലേ? ബാബ, ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ റെഡിയാണ്. നിങ്ങൾ ആരെ കണ്ടുമുട്ടുമ്പോഴും ഓർക്കുക,
ശുദ്ധമായ ആത്മാവാണ്. അനേക ജന്മങ്ങൾ എടുത്തതിനാൽ അവരിലും ചില സംസ്കാരങ്ങളുടെ കറകൾ പറ്റിയിരിക്കുന്നു. എന്നാൽ അവരുടെ യഥാർത്ഥ സംസ്കാരങ്ങൾ സ്നേഹം, സന്തോഷം, സമാധാനം എന്നിവയാണ്. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ആരെയും വെറുക്കുകയില്ല. നിങ്ങളുടെ സന്തോഷം അപ്പോൾ സാഹചര്യങ്ങളെ ആശ്രയിക്കുകയുമില്ല. നിങ്ങൾ ഒരു സുഖസ്വരൂപ ആത്മാവാണ്. ഒന്നിനും നിങ്ങളെ ഇളക്കാനാവില്ല. നിങ്ങൾക്ക് സ്നേഹമോ ബഹുമാനമോ ആവശ്യമില്ല. നിങ്ങൾ സ്നേഹം നിറഞ്ഞ ഒരു ആത്മാവാണ്. എല്ലാവർക്കും സ്നേഹവും അനുഗ്രഹവും നൽകിക്കൊണ്ടിരിക്കുന്ന ആത്മാവാണ്. പക്ഷെ ബാബ, ഇതെല്ലാം ആ സമയത്ത് ഓർമ്മ വരണ്ടേ? ഓരോ മണിക്കൂറിന് ശേഷവും 1 മിനിറ്റ് പോസ് ചെയ്ത് സ്വയം ഓർമ്മപ്പെടുത്തുക. നിങ്ങളുടെ യഥാർത്ഥ രൂപത്തെക്കുറിച്ച് സ്വയം ഓർമ്മപ്പെടുത്തുക. ബാബ, മരിക്കാൻ പോലും സമയമില്ല. അപ്പോഴാണ് ഓരോ മണിക്കൂറിന് ശേഷം പോസ്റ്റ് ചെയ്ത് ഞാൻ ശാന്തമായ ആത്മാവാണെന്ന് ഓർമ്മിപ്പിക്കാൻ പറയുന്നത്. പ്രിയപ്പെട്ട കുട്ടി, നീ ഇന്നുവരെ സന്തോഷം അനുഭവിക്കാനായി വളരെയധികം പരിശ്രമിച്ചു. എന്നിട്ടും നിനക്ക് സന്തോഷം കണ്ടെത്താനായില്ല. ഇപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യാൻ കുറച്ചു സമയം മാറ്റിവെച്ചാൽ നിന്റെ ആത്മാവിന്റെ ശക്തി വർദ്ധിക്കും. നിന്റെ എല്ലാ ജോലികളും മുൻപത്തേക്കാൾ വേഗത്തിലും മികവിലും പൂർത്തിയാകുകയും ചെയ്യും. ദൈവമേ, മീറ്റിങ്ങിന് ഞാൻ ഇപ്പോഴേ വൈകി. ഇനി 1 മിനിറ്റ് കൂടി വൈകില്ലേ? പ്രിയപ്പെട്ട കുട്ടി, വെറും 1 മിനിറ്റ് അറ്റൻഷൻ വയ്ക്കൂ. ഞാൻ ഒരു ശുദ്ധ പവിത്ര ആത്മാവാണ്. എല്ലാ സാഹചര്യങ്ങളിലും ശാന്തമായിരിക്കുന്ന ശാന്തസ്വരൂപാത്മാവാണ് ഞാൻ. ഓരോ ആത്മാവിനും ഞാൻ സ്നേഹവും ബഹുമാനവും നൽകുന്നു. ഞാൻ സ്നേഹമുള്ള ഒരാത്മാവാണ്. ഞാൻ അസാധ്യമായത് സാധ്യമാക്കുന്നു. ഞാൻ ശക്തിശാലിയായ ആത്മാവാണ്. ഞാൻ ശക്തിശാലിയായ ആത്മാവാണ്. ഇത് മനസ്സിന്റെ ട്രാഫിക് കൺട്രോൾ ആണല്ലോ. താങ്ക് യു ബാബ. മനുഷ്യത്വം തീരെയില്ല. ആർക്കെങ്കിലും ഇത്തരമൊരു കാര്യം ചെയ്യാൻ കഴിയുമോ? ഭഗവാൻ എന്താണ് ഒന്നും ചെയ്യാതിരിക്കുന്നത്? പ്രിയപ്പെട്ട കുട്ടി, നിങ്ങളുടെ ലോകത്ത് എന്ത് സംഭവിച്ചാലും അത് ചെയ്യുന്നത് ഞാനാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഓരോ ഇലയും ഭഗവാന്റെ ആഗ്രഹം അനുസരിച്ചാണ് അനങ്ങുക എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാം അങ്ങയുടെ ആഗ്രഹം പോലെ സംഭവിക്കുന്നു എന്നല്ലേ? പ്രിയപ്പെട്ട കുഞ്ഞെ, നിനക്ക് നിങ്ങളുടെ മക്കളുടെ വിധി എഴുതാനുള്ള ശക്തി കിട്ടിയാൽ ഏതുതരം വിധിയാണ് നീ എഴുതുക? എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് ഞാൻ എഴുതും. എല്ലാ ആത്മാക്കളും എന്റെ മക്കളാണ്. അപ്പോൾ പിന്നെ നിങ്ങളുടെ വിധിയിൽ ദുഃഖം, അസുഖം, അകാല മരണം, പ്രകൃതി ദുരന്തങ്ങൾ ഇവയൊക്കെ ഞാൻ എഴുതുമോ? ഒരാൾക്ക് ഞാൻ ബുദ്ധിമുട്ടുള്ള ഒരു വിധിയും മറ്റൊരാൾക്ക് ഉയർന്ന ഭാഗ്യവും എഴുതുമോ? പിന്നെ ആരാണ് ഇതെല്ലാം തീരുമാനിക്കുന്നത്? കുട്ടികളായ നിങ്ങളാണത് ചെയ്യുന്നത്. ഞങ്ങൾ എന്തിനാണ് ഇത് ചെയ്യുന്നത്? ദുഃഖങ്ങളിൽ നിന്ന് മുക്തി നേടാനല്ലേ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ 2 കുട്ടികളും വിജയിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അവരുടെ കർമ്മങ്ങൾ അനുസരിച്ച് മാത്രമേ അവർ വിജയിക്കൂ. ഓ, ദ ലോ ഓഫ് കർമ്മ. നമ്മുടെ കർമ്മങ്ങൾക്കനുസരിച്ച് ഫലം ലഭിക്കുമെന്ന് കുട്ടിക്കാലം മുതലേ എനിക്കറിയാം. എങ്ങനെയുള്ള കർമ്മങ്ങളാണോ നമ്മൾ ചെയ്യുന്നത് അതിന്റെ ഫലമാണ് ലഭിക്കുക. ആ ഫലം തന്നെയാണ് നിങ്ങളുടെ ഭാഗ്യം. സ്വന്തം കർമ്മങ്ങളിലൂടെ നീ എഴുതുന്ന വിധിയാണത്. ഞാൻ എന്റെ വിധി എഴുതുന്നു എന്നാണോ പറയുന്നത്? പക്ഷേ ജനനം മുതൽ നമ്മുടെ വിധി ആ നിമിഷം മുതൽ ആരംഭിക്കുന്നുണ്ടല്ലോ. ആത്മാവാണ് എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത്. ആ കർമ്മത്തിന്റെ അനന്തരഫലങ്ങളും ആത്മാവിന് തന്നെയാണ് ലഭിക്കുന്നത്. ആ പരിണിത ഫലത്തെ വിധി അല്ലെങ്കിൽ ഭാഗ്യമെന്ന് വിളിക്കുന്നു. ഇന്ന് ആത്മാവായ നീ ഈ ശരീരത്തിലാണുള്ളത്. നിങ്ങൾ ഓരോ നിമിഷവും കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. ചില പ്രവൃത്തികളുടെ ഫലങ്ങൾ ഈ നിമിഷം തന്നെ ലഭിക്കും. ചില കർമ്മങ്ങളുടെ അനന്തരഫലങ്ങൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വരും.
ചിലതിൻ്റെ ഫലങ്ങൾ ഏതാനും വർഷങ്ങൾക്ക് ശേഷമോ മറ്റു ചിലത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമോ നിങ്ങളെ തേടിയെത്തുന്നു. അപ്പോഴേക്കും ആത്മാവ് ഒരു പക്ഷേ ശരീരമാകുന്ന വേഷം മാറ്റിയിട്ടുണ്ടാവും. പക്ഷേ പരിണിത ഫലങ്ങൾ ശരീരത്തിനല്ല, ആത്മാവിനാണ് നേരിടേണ്ടി വരുന്നത്. അതായത് കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്ത തെറ്റുകളുടെ ഫലങ്ങൾ ഞാൻ ഇപ്പോൾ അനുഭവിക്കേണ്ടി വരുന്നു. ദിസ് ഈസ് നോട്ട് ഫെയർ. അന്ന് എന്താണ് ചെയ്തതെന്ന് പോലും എനിക്ക് ഈ സമയം ഓർമ്മയില്ലല്ലോ. മോളെ, നീ ഇപ്പോൾ ചില ജോലി ചെയ്യുകയായിരുന്നില്ലേ? ഈ ടാസ്കിന്റെ ഫലം നിനക്ക് എപ്പോഴാണ് ലഭിക്കുക? ബാബ, ഈ പ്രൊജക്റ്റ് ഒരാഴ്ചയെങ്കിലും തുടരും. അതിന്റെ റിസൾട്ട് 2 ആഴ്ചയ്ക്ക് ശേഷം ലഭ്യമാകും. എന്നാൽ ഈ 15 ദിവസത്തിനുള്ളിൽ നിങ്ങൾ 25 മുതൽ 30 വരെ വസ്ത്രങ്ങൾ മാറ്റും. എന്റെ വസ്ത്രങ്ങളും പ്രൊജക്റ്റും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? നിങ്ങളുടെ കർമ്മങ്ങൾക്കും നിങ്ങളുടെ ശരീരമാകുന്ന വസ്ത്രവുമായി യാതൊരു ബന്ധവുമില്ല. ആത്മാവാണ് ഓരോ കർമ്മങ്ങളും ചെയ്യുന്നത്. ചില കർമ്മങ്ങളുടെ ഫലങ്ങൾ നിങ്ങൾക്ക് ഈ ശരീരത്തിലിരിക്കുമ്പോൾ തന്നെ ലഭിക്കും. ചിലതിൻ്റേത് അടുത്ത ശരീരത്തിലിരിക്കുമ്പോഴും ലഭിക്കും. കുഞ്ഞേ, ഇന്ന് നിനക്ക് ആരോഗ്യമുള്ള ശരീരമുണ്ട്, സുഖകരമായ ബന്ധങ്ങളുണ്ട്, നിന്റെ പക്കൽ സമ്പത്തുണ്ട്. ഇവയെല്ലാം നിന്റെ കഴിഞ്ഞ ജന്മങ്ങളിലെ ശ്രേഷ്ഠ കർമ്മങ്ങളുടെ ഫലങ്ങളാണ്. ഓ ബാബ, ഇതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഇതിനർത്ഥം രോഹിത്തും രാഹുലും പ്രിയയും എന്റെ മറ്റെല്ലാ ബന്ധങ്ങളും എന്റെ പൂർവകർമ്മങ്ങളുടെ ഫലമാണോ? കുഞ്ഞെ, നീ ഓരോ ജന്മത്തിലും അനേകം ആത്മാക്കൾക്കൊപ്പം സംബന്ധത്തിൽ വരുന്നുണ്ട്. അവരുമായി നിന്റെ കർമ്മക്കണക്കുകൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ബന്ധങ്ങളിലെ മിക്ക കർമ്മങ്ങളും വളരെ നല്ലതായിരിക്കും. എന്നാൽ ചിലതിൽ ചില തെറ്റുകളും സംഭവിക്കുന്നു. ആ ആത്മാവ് നിന്നെ വീണ്ടും ഒരു പുതിയ ശരീരത്തിൽ കണ്ടുമുട്ടുമ്പോൾ ആ ബന്ധത്തിൽ നീ ചില സമയങ്ങളിൽ സന്തോഷവും ചില സമയങ്ങളിൽ ദുഃഖവും അനുഭവിക്കുന്നു. ഇവരെയൊക്കെ മുൻപ് കണ്ടിട്ടുണ്ട്. ഇനി വീണ്ടും കാണുമെന്നാണോ ഇതിനർത്ഥം? അതെ മോളെ, നീ കാര്യം വളരെ ശരിയായ രീതിയിൽ തന്നെ മനസ്സിലാക്കി. ബാബ, ഓഫീസിലെ എന്റെ ബോസ് സ്നേഹയാണ്. അവരോട് നന്നായി പെരുമാറാൻ ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഏത് ജന്മത്തെ ശത്രുതയാണ് എന്നോട് കാണിക്കുന്നതെന്ന് അറിയില്ല. അവർ കാരണം എന്റെ പ്രൊമോഷന് മുടങ്ങി. പ്രിയപ്പെട്ട കുഞ്ഞേ, നിന്റെ പെരുമാറ്റം മാത്രമല്ല, നിന്റെ ഓരോ ചിന്തയും വാക്കും പെരുമാറ്റവും നിന്റെ കർമ്മമാണ്. ഓ, അതിനർത്ഥം ഓരോ ചിന്തയും ഒരു കർമ്മമാണെന്നാണോ? കഴിഞ്ഞ ഏതോ ഒരു ജന്മത്തിൽ നീ ആ ആത്മാവിനോട് തെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിനക്ക് ആ കർമ്മക്കണക്കിനെ തീർക്കണം. ഒന്നുകിൽ അത് ധ്യാനത്തിലൂടെ ഇല്ലാതാക്കാം, അല്ലെങ്കിൽ അനുഭവിച്ചു തീർക്കാം. ഇപ്പോൾ ആ ബന്ധത്തിലൂടെ നീ ദുഃഖമാണ് അനുഭവിക്കുന്നത്. ദുഃഖം നൽകരുത്, ദുഃഖം സ്വീകരിക്കുകയുമരുത്. അവരുടെ വാക്കുകളെ മനസ്സിൽ സൂക്ഷിക്കരുത്. അവരോട് ക്ഷമിക്കൂ. ക്ഷമിക്കുക എന്നാൽ അവർക്ക് നല്ല ആശംസകളുടെ അനുഗ്രഹങ്ങൾ നൽകുക എന്നാണ് അർത്ഥം. പരുഷമായ മനോഭാവമുള്ളവരെ പോലും തൻ്റെ മംഗളകാരിയായ മനോഭാവത്താൽ പരിവർത്തനപ്പെടുത്തൂ. നിങ്ങളുടെ ഉയർന്ന ഊർജമുള്ള കർമ്മങ്ങൾ നിങ്ങളുടെ മുൻകാല കർമ്മ കണക്കുകളെ അവസാനിപ്പിക്കും. ഒപ്പം എനിക്ക് പ്രൊമോഷനും കിട്ടും. കുഞ്ഞേ, നിന്റെ കർമ്മങ്ങളിൽ സദാ ശ്രദ്ധ വയ്ക്കണം. നിന്റെ ഓരോ ചിന്തയും ശുഭകരമായിരിക്കുകയും ഓരോ വാക്കും എല്ലാവർക്കും സന്തോഷം നൽകുന്നുണ്ടെന്ന്, തൻ്റെ ഓരോ പ്രവൃത്തിയും പ്രയോജനകരമാണെന്നും ഉറപ്പാക്കുക. എന്തെന്നാൽ എന്റെ കർമ്മങ്ങളാണ് എന്റെ ഭാഗ്യം സൃഷ്ടിക്കുന്നത്. ബാബ, എന്റെ വിധി എന്റെ കർമ്മങ്ങളാൽ സൃഷ്ടിക്കപ്പെടുന്നു. ശരി തന്നെ. എന്നാൽ ഇന്ന് ലോകത്ത് നടക്കുന്ന പ്രകൃതിക്ഷോഭങ്ങളും യുദ്ധങ്ങളും ഒക്കെയുണ്ടല്ലോ, അങ്ങ് തന്നെയല്ലേ ഈ ലോകം സൃഷ്ടിച്ചത്? പ്രിയപ്പെട്ട കുട്ടി, നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു പുതിയ വസ്തു നൽകുന്നുവെന്ന് കരുതുക. ക്രമേണ അത് പഴയതായി മാറില്ലേ? ഓ, അതുപോലെ വേദനയുടെയും ദുഃഖത്തിന്റെയും ഈ ലോകം, ഇത് പഴയ ലോകമാണ്. ബാബ, പുതിയ ലോകം എങ്ങനെയുള്ളതായിരുന്നു? പ്രിയപ്പെട്ട കുഞ്ഞേ, നിങ്ങളുടെ ലോകത്തിൽ പ്രഭാതം, ഉച്ച, വൈകുന്നേരം, രാത്രി,
എന്നിങ്ങനെ 24 മണിക്കൂറിന്റെ സൈക്കിളില്ലേ? വേനൽക്കാലം, വസന്തകാലം, ശരത്കാലം, ശീതകാലം എന്നിങ്ങനെ 365 ദിവസത്തെ സൈക്കിളുമുണ്ടല്ലോ. അതുപോലെ 5000 വർഷത്തെ ഒരു ലോകചക്രവുമുണ്ട്. അതിൽ 4 യുഗങ്ങളുണ്ട്. ഈ സൃഷ്ടിയുടെ പ്രഭാതത്തിൽ നിങ്ങൾ ആത്മാക്കൾ എല്ലാം തികഞ്ഞ അവസ്ഥയിലായിരുന്നു. ദിവ്യത്വം, സ്നേഹം, സന്തോഷം, ഐക്യം, ആനന്ദം എന്നിവയായിരുന്നു നിങ്ങളുടെ സംസ്കാരങ്ങൾ. നിങ്ങളുടെ ശരീരം പൂർണ്ണവും ആരോഗ്യമുള്ളതുമായിരുന്നു. കൂടാതെ പ്രകൃതിയുടെ ഘടകങ്ങളും ശുദ്ധമായിരുന്നു. ഒരു മതം, ഒരു രാജ്യം, ഒരു ഭാഷയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. നിങ്ങൾ കൊട്ടാരങ്ങളിലാണ് താമസിച്ചിരുന്നത്. പിന്നെ പുഷ്പക വിമാനത്തിലാണ് യാത്ര ചെയ്തിരുന്നത്. ചിന്തകളിലൂടെ നിങ്ങൾ പരസ്പരം മനസ്സിലാക്കിയിരുന്നു. സങ്കല്പങ്ങളുടെ പരിശുദ്ധിയിലൂടെ അഥവാ യോഗബലത്തിലൂടെയാണ് കുട്ടികൾക്ക് ജന്മം നൽകിയിരുന്നത്. ഈ ആദ്യത്തെ യുഗത്തെ സുവർണകാലം അല്ലെങ്കിൽ സത്യയുഗം എന്ന് പറയുന്നു. സ്വർഗം, ജന്നത്ത്, പർദീസ ഇതൊക്കെ നമുക്കറിയാം. എന്നാൽ ആളുകൾ പറയുന്നത് സ്വർഗം മുകളിൽ എവിടെയോ ആണെന്നാണ്. പ്രിയപ്പെട്ട കുഞ്ഞെ, സ്വർഗം മുകളിലാണ് എന്നതിൻ്റെ അർത്ഥം സുവർണ കാലഘട്ടത്തിൽ ആത്മാവിൻ്റെ അവസ്ഥ ഉയർന്നതാണെന്നാണ്. നരകം താഴെയാണെന്ന് പറയപ്പെടുന്നു. ഇത് അയൺ ഏജിലെ ആത്മാവിൻ്റെ പതനത്തിൻ്റെ അവസ്ഥയെ സൂചിപ്പിക്കുന്നു. നിങ്ങളുടെ അവസ്ഥയാണ് നിങ്ങളുടെ ലോകത്തിൻ്റെ അവസ്ഥയുടെ അടിസ്ഥാനം. 1250 വർഷങ്ങൾക്ക് ശേഷം നിങ്ങളുടെ ലോകത്തിൽ അർദ്ധ ദിവസത്തിന് ശേഷം ത്രേതായുഗം ആരംഭിക്കുന്നു. ഓരോ ആത്മാവും ദേവാത്മാക്കളാണ്. ഇത്രയും കാലം കർമ്മം ചെയ്യുകയും പല ശരീരങ്ങൾ എടുക്കുകയും ചെയ്യുമ്പോൾ ആത്മാവിൻ്റെ ശക്തികൾ കുറയാൻ തുടങ്ങുന്നു. അങ്ങനെ 2500 വർഷങ്ങൾക്ക് ശേഷം ലോകത്തിൽ 3ാമത്തെ യുഗം ആരംഭിക്കുന്നു. ലോകചക്രത്തിന്റെ സായാഹ്ന കാലഘട്ടം അല്ലേ? ഈ യുഗം മുതലായിരിക്കും പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അതേ കുട്ടി, ത്രേതായുഗത്തിന്റെ അവസാനം വരെ എല്ലാം ഐക്യത്തോടെ നിലനിന്നിരുന്നു. ഒരേ ഒരു സത്യമായ ധർമ്മമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ദ്വാപരയുഗം മുതൽ ദ്വന്ദ്വത ആരംഭിക്കുന്നു. ധർമ്മവും അനീതിയും, സത്യവും അസത്യവും, സന്തോഷവും സങ്കടവും ആരംഭിക്കുന്നു. നിങ്ങളുടെ ലോകത്തിലെ ജനസംഖ്യ വർദ്ധിക്കാൻ തുടങ്ങുന്നു. പക്ഷേ ആത്മാവ് ഒരു ശരീരം വിട്ട് മറ്റൊന്നെടുക്കുകയല്ലേ ചെയ്യുന്നത്? അപ്പോൾ മറ്റാത്മാക്കൾ എവിടെ നിന്നാണ് വരുന്നത്? പ്രിയപ്പെട്ട കുട്ടി, നിങ്ങളെല്ലാ ആത്മാക്കളും മുക്തിധാമം, പരമധാമം എന്ന് വിളിക്കുന്ന പരമോന്നത വാസസ്ഥലമായ ആത്മലോകത്ത് എന്നോടൊപ്പം വസിക്കുന്നു. നിങ്ങളുടെ സമയമനുസരിച്ച് പരമമായ വാസസ്ഥലത്ത് നിന്ന് നിങ്ങൾ നിങ്ങളുടെ ലോകത്തേക്ക് വരുന്നു. കലിയുഗത്തിന്റെ അവസാനം വരെ നിങ്ങൾ ജനന മരണങ്ങളുടെ വലയത്തിൽ തന്നെ തുടരുന്നു. കൂടാതെ ആത്മാവിന്റെ ലോകത്തിൽ നിന്ന് നിരവധി ആത്മാക്കൾ നിങ്ങളുടെ ലോകത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നുമുണ്ട്. അതായത് സുവർണ കാലഘട്ടത്തിൽ കുറച്ച് ആത്മാക്കൾ വരും, കുറച്ചു പേർ സിൽവർ ഏജിൽ, കുറച്ച് ആത്മാക്കൾ കോപ്പർ ഏജിൽ ഈ ലോകത്തേക്ക് വരും. അങ്ങനെ കലിയുഗത്തിന്റെ അവസാനം വരെ എല്ലാ ആത്മാക്കളും ഈ ലോകത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. കലിയുഗത്തിലും വരുന്നുണ്ട്, കാരണം ജനസംഖ്യ ഇപ്പോഴും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേ കുട്ടി, ദ്വാപരയുഗം മുതൽ നിങ്ങൾ ഒരു ആത്മാവാണെന്ന് നിങ്ങൾ മറക്കാൻ തുടങ്ങുകയും നിങ്ങളുടെ ശരീരത്തെ നിങ്ങളുടെ ഐഡന്റിറ്റിയായി കാണാൻ തുടങ്ങുകയും ചെയ്യുന്നു. നിങ്ങൾ മറ്റുള്ളവരുടെ ശരീരത്തിലേക്ക് ആകർഷിക്കപ്പെടുകയും കാമത്തിന്റെ ആകർഷണം ആരംഭിക്കുകയും ചെയ്യുന്നു. ആത്മാവിന്റെ ശക്തി ക്ഷയിക്കുന്നതിനാൽ കാമം, ക്രോധം, അത്യാഗ്രഹം, അഹംഭാവം ഇവ നിങ്ങളുടെ സംസ്കാരങ്ങളായി മാറാൻ തുടങ്ങുന്നു. പ്യോർ വൈറ്റ് ആയിരുന്ന ആത്മാവിൽ ദ്വാപരയുഗം മുതലാണ് കറകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുന്നത് അല്ലേ? കുഞ്ഞേ, വികാരങ്ങൾ ആരംഭിക്കുമ്പോൾ നിങ്ങൾ ആത്മാക്കൾക്ക് ദുഃഖവും വേദനയും അനുഭവപ്പെടുന്നു. അതുകൊണ്ടാണ് ദ്വാപരയുഗത്തിൽ നിങ്ങൾ എന്നെ ഓർമ്മിക്കാൻ തുടങ്ങുന്നത്. നിങ്ങൾ അവനവനെ ശരീരമാണെന്ന് കരുതുന്നതിനാൽ നിരാകാരനായ എന്നെയും ശരീരരൂപത്തിൽ തിരിയാൻ തുടങ്ങുന്നു.
എന്നെ ഓർമ്മിക്കാൻ വേണ്ടി എൻ്റെ പ്രതീകാത്മക രൂപമായി ശിവജ്യോതി ലിംഗം നിങ്ങൾ സൃഷ്ടിക്കുന്നു. അതെ ബാബ, ഞങ്ങളുടെ ക്ഷേത്രത്തിലും ശിവജ്യോതി ലിംഗമുണ്ട്. നിങ്ങളുടെ ചിത്രവും നിങ്ങളും വേറെയാണെന്നതുപോലെ ഞാൻ ഒരു നിരാകാരനും ശിവജ്യോതി ലിംഗം എൻ്റെ ഓർമ്മ ചിഹ്നവുമാണ്. നിങ്ങളിൽ സുവർണ കാലഘട്ടത്തിൻ്റെ ഓർമ്മകളുണ്ട്. അതിനാൽ നിങ്ങൾ നിങ്ങളുടെ പൂർവികരുടെ വിഗ്രഹങ്ങൾ നിർമ്മിക്കുകയും അവരെ എൻ്റെ രൂപമായി കണക്കാക്കുകയും അവരെ ഓർമ്മിക്കുകയും ചെയ്യുന്നു. അതിനർത്ഥം ദേവീദേവന്മാരുടെ വിഗ്രഹങ്ങളെ ഞങ്ങൾ ഈശ്വരൻ എന്ന് വിശ്വസിച്ച് തന്നെയാണ് ആരാധിക്കുന്നത്. കുഞ്ഞെ, നിങ്ങൾ എന്നെയാണ് അന്വേഷിക്കുന്നത്. നിങ്ങളുടെ ദുഃഖങ്ങൾ നീക്കുന്നവനും സുഖങ്ങൾ നൽകുന്നവനും നിങ്ങളുടെ പരമപിതാവായ നിങ്ങളുടെ ഭഗവാനാണെന്ന് നിങ്ങൾക്കറിയാമായിരുന്നു. നിങ്ങളെല്ലാവരും ആത്മാക്കളാണെന്ന് ഓർമ്മിപ്പിക്കാനും ഒരേ ഒരു പരമാത്മാവിൻ്റെ മക്കളാണെന്നും നിങ്ങൾ പരസ്പരം സഹോദരങ്ങളാണെന്നും വളരെ പവിത്രമായ ആത്മാക്കളാണെന്നും ഓർമ്മിപ്പിക്കാനായി പരംധാമത്തിൽ നിന്ന് ധാരാളം വിശേഷാത്മാക്കൾ ഈ ലോകത്തേക്ക് വന്നിട്ടുണ്ട്. എബ്രഹാം, മോശ, മുഹമ്മദ്, ഗൗതമ ബുദ്ധൻ, യേശുക്രിസ്തു, മഹാവീരൻ, ശങ്കരാചാര്യർ, ഇവരെല്ലാവരും ഞാനുമായി ബന്ധിപ്പിക്കാൻ വന്നവരാണ്. എന്നാൽ നിങ്ങൾ അവരുമായി കണക്ട് ചെയ്യപ്പെടുകയാണുണ്ടായത്. പവിത്രത, സത്യസന്ധത, സ്നേഹം എന്നിവയാണ് നിങ്ങളുടെ സ്വധർമ്മം. ആ ആത്മാക്കൾ ഈ സത്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയായിരുന്നു. എന്നാൽ നിങ്ങൾ വ്യത്യസ്ത മതങ്ങൾ സൃഷ്ടിക്കാൻ തുടങ്ങി. അവരുടെ ഉപദേശങ്ങൾ പിന്തുടർന്നെങ്കിൽ ഇന്ന് നമ്മൾ ഒത്തൊരുമയോടെ ഇരിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ പരസ്പരം പോരാടുകയും യുദ്ധങ്ങൾ നടത്തുകയും ചെയ്യുന്നു. നിങ്ങളുടെ അവസ്ഥ പോലെ തന്നെ നിങ്ങളുടെ ലോകത്തിൻ്റെ അവസ്ഥയും മാറി. അങ്ങനെ നിങ്ങൾ സൃഷ്ടിചക്രത്തിൻ്റെ 4ാമത്തെ യുഗമായ കലിയുഗത്തിലെത്തി. നിങ്ങൾ പൂർണ്ണവുമായി മറന്നിരിക്കുന്നു. ശക്തിയും പവിത്രതയുമുള്ള ആത്മാക്കളാണ് ഇപ്പോൾ നിങ്ങളെന്ന്. വസ്തുക്കളിൽ നിന്നുള്ള സന്തോഷവും ആളുകളിൽ നിന്നുമുള്ള സ്നേഹവുമാണിപ്പോൾ നിങ്ങൾ അന്വേഷിക്കുന്നത്. കാമം, കോപം, അത്യാഗ്രഹം, ആസക്തി, അഹംഭാവം, അസൂയ, വിദ്വേഷം, ശത്രുത എന്നിവയെല്ലാം അതിൻ്റെ പാരമ്യത്തിലെത്തി. ആത്മാവിൻ്റെ ശക്തി ദുർബലമായി. നിങ്ങളിപ്പോൾ ശാസ്ത്രത്തിൻ്റെ ശക്തിയെ ആശ്രയിക്കുന്നു. യുദ്ധങ്ങൾ, മാനസികവും ശാരീരികവുമായ രോഗങ്ങൾ, അകാല മരണങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ ഇവയെല്ലാം നിങ്ങളുടെ ജീവിതം ദുഷ്കരമാക്കുന്നു. ഇനി പ്രളയമുണ്ടാവുമെന്നാണ് എല്ലാവരും പറയുന്നത്. എത്ര വർഷം നമുക്കിനി ബാക്കിയുണ്ട്? കുട്ടി, ഓരോ 24 മണിക്കൂറും കഴിയുമ്പോൾ രാത്രിയുണ്ടാവുന്നു. അതോടുകൂടി ലോകം അവസാനിക്കാറുണ്ടോ? അങ്ങ് പറയുന്നത് രാത്രി കഴിഞ്ഞ് പ്രഭാതം പുലരുന്നത് പോലെ കലിയുഗത്തിന് ശേഷം വീണ്ടും സത്യയുഗം വരുമെന്നാണോ? അതേ പ്രിയപ്പെട്ട കുട്ടി, ഇതാണ് കാലചക്രം. ലോകത്തിന് നാശമില്ല. കലിയുഗ സംസ്കാരങ്ങൾ നശിക്കും. സത്യയുഗം സ്ഥാപിക്കപ്പെടും. ശരി മോളെ, സുവർണ കാലഘട്ടത്തിൽ നിങ്ങളുടെ ലോകത്ത് ജീവിച്ച ദിവ്യ ആത്മാക്കൾ അവരിപ്പോൾ എവിടെയായിരിക്കുമെന്ന് പറയാമോ? കലിയുഗത്തിന്റെ അവസാനം വരെ അവർക്ക് ഈ ലോകത്തിൽ തുടരേണ്ടി വരും. അതുകൊണ്ട് ആത്മാക്കൾ ഈ കലിയുഗത്തിൽ തന്നെ ഉണ്ടായിരിക്കും. നിനക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടോ കുഞ്ഞേ? ഞാൻ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഓ മൈ ഗോഡ്, ഞാനിതൊന്നും ചിന്തിച്ചതേയില്ല. നമ്മൾ തന്നെയായിരുന്നു സത്യയുഗത്തിൽ ഉണ്ടായിരുന്നത്. ഇനി നമ്മൾ വീണ്ടും സത്യയുഗത്തിലേക്ക് പോകുമോ? എന്റെ പ്രിയപ്പെട്ട കുഞ്ഞേ, നിങ്ങളുടെ സൃഷ്ടിചക്രത്തിന്റെ 5000 വർഷങ്ങൾ പൂർത്തിയാകാൻ പോവുകയാണ്. നിങ്ങളുടെ ലോകത്തിന് ഇനിയും ഇതുപോലെ തുടരാനാവില്ല. ഘോരമായ രാത്രി കഴിഞ്ഞ് പുലരി വരിക തന്നെ ചെയ്യും. പ്രിയപ്പെട്ട കുഞ്ഞേ, മഹാപരിവർത്തനത്തിന്റെ സമയം ആരംഭിച്ചു കഴിഞ്ഞു. സുവർണ കാലഘട്ടത്തിൽ നിങ്ങൾ തന്നെയാണ്
ദിവ്യവും പവിത്രവുമായ ആത്മാക്കളായിരുന്നത്. കലിയുഗത്തിൽ ആത്മാവ് അശുദ്ധമാകുന്നു. സുവർണയുഗത്തിൽ നിങ്ങൾ വീണ്ടും ദിവ്യമായ ദേവാത്മാക്കളായി മാറും. എൻ്റെ മോളെ, നിങ്ങൾ തന്നെയാണ് സത്യയുഗ ദേവാത്മാക്കളായി മാറുന്നത്. പ്രിയപ്പെട്ട കുഞ്ഞെ, എന്തെങ്കിലും ചിന്തിക്കുകയാണോ? ബാബാ, ഞാൻ കുട്ടിക്കാലം മുതലേ കേട്ടിട്ടുണ്ട് ഗോഡ് മെയ്ഡ് മാൻ ഇൻ ഹിസ് ഓൺ ഇമേജ്. അതിനർത്ഥം ജീവിച്ചിരുന്ന ദിവ്യാത്മാക്കൾ പെർഫെക്റ്റ് ആയിരുന്നു. അവർ ദൈവത്തെ പോലെയായിരുന്നു. എന്നാൽ അവർ ദൈവമായിരുന്നില്ല. കുഞ്ഞെ, നീ ഒരാത്മാവായിരിക്കുന്നത് പോലെ ഞാനും ഒരാത്മാവാണ്. പക്ഷേ അങ്ങ് വളരെ വലുതല്ലേ? കാരണം അങ്ങ് പരമാത്മാവല്ലേ? അല്ല കുട്ടി, ആത്മാവ് ചെറുതോ വലുതോ അല്ല. ആത്മാവിൻ്റെ പവിത്രതയാണ് വർദ്ധിക്കുകയും ഇല്ലാതാവുകയും ചെയ്യുന്നത്. സത്യയുഗത്തിൽ എല്ലാ ആത്മാക്കളും ദുർവികാരങ്ങളിൽ നിന്നും പൂർണ്ണമായി മുക്തരായിരുന്നു. അതുകൊണ്ടാണ് അവരെ ദിവ്യാത്മാക്കൾ എന്ന് വിളിക്കുന്നത്. ദ്വാപരയുഗത്തിൽ ഉയർന്ന ശുദ്ധമായ ആത്മാക്കൾ നിങ്ങളുടെ ലോകത്തേക്ക് വരികയും അവർ വ്യത്യസ്ത മതങ്ങൾ സ്ഥാപിക്കുകയും ചെയ്യുന്നു. അവരെ ധർമാത്മാക്കൾ എന്നാണ് വിളിക്കുന്നത്. ഇന്ന് കലിയുഗത്തിൽ മഹത്തായ സേവനങ്ങൾ ചെയ്യുന്ന എല്ലാവരെയും നിങ്ങൾ മഹാത്മാവ് എന്ന് വിളിക്കുന്നു. എന്നാൽ അങ്ങ് സർവശക്തനല്ലേ? അതിനാൽ അങ്ങയെ പരമാത്മാവ് എന്ന് വിളിക്കുന്നു. അതേ കുട്ടി, പരം എന്നാൽ ഉയർന്നതിലും ഉയർന്നത് എന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് നിങ്ങൾ എന്നെ പരമപിതാവ്, പരമാത്മാവ് എന്നൊക്കെ വിളിക്കുന്നത്. ബാബാ, ആദ്യ ദിവസം അങ്ങ് എന്നോട് എന്റെ പരിചയം ചോദിച്ചു. ഇന്ന് പ്ലീസ് അങ്ങയുടെ ശരിയായ പരിചയം എനിക്ക് തരൂ. ഞാൻ കുട്ടിക്കാലം മുതൽ അങ്ങയെ ഓർമ്മിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് അങ്ങയെ പൂർണ്ണമായി അറിയില്ലായിരുന്നു എന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. അങ്ങയുടെ നാമം ഉന്നതമാണ്. അങ്ങയുടെ വാസസ്ഥലം ഉന്നതമാണ്. അങ്ങയുടെ ചുമതല ഉന്നതമാണ് എന്നൊക്കെയാണ് ഇതുവരെ നിങ്ങൾ എന്നെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. ഉയർന്ന നാമം എന്നതിനർത്ഥം നിങ്ങൾ കുട്ടികൾ എൻ്റെ ഗുണങ്ങളെ പ്രകീർത്തിക്കുന്നു എന്നാണ്. നിങ്ങൾ എന്നെ സമുദ്രവുമായി ഉപമിക്കുന്നു. എന്തെന്നാൽ നിങ്ങളിലുള്ള ഗുണങ്ങൾ എന്നിലുമുണ്ട്. എന്നാൽ അവ എന്നിൽ പരിമിതികളില്ലാത്തതും നാശമില്ലാത്തതുമായി നിൽക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങളെ എന്നെപ്പോലെ തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ പറയുന്നത്. നിങ്ങൾ ആത്മാക്കൾ സമാധാനത്തിൻ്റെ ആൾരൂപങ്ങളാണ്. ഞാൻ സമാധാനത്തിൻ്റെ സമുദ്രമാണ്. നിങ്ങൾ ആത്മാക്കൾ സ്നേഹത്തിൻ്റെ മൂർത്തിഭാവങ്ങളാണ്. ഞാൻ സ്നേഹത്തിൻ്റെ സാഗരമാണ്. അതിനർത്ഥം അങ്ങ് പവിത്രതയുടെ സാഗരമാണ്. അങ്ങ് ശക്തികളുടെ സാഗരമാണ്. അറിവിന്റെയും സാഗരമാണ്. എന്നാൽ ഞാൻ അങ്ങയുടെ കുട്ടിയായിട്ട് കൂടി എന്തിനാണ് ഇത്ര അസ്വസ്ഥയാവുന്നത്? ഞങ്ങളുടെ വിധി സ്വന്തം കർമ്മങ്ങളാൽ സൃഷ്ടിക്കപ്പെടുന്നു എന്നാണ് അങ്ങ് പറയുന്നത്. അപ്പോൾ അങ്ങയുടെ ഏറ്റവും ഉയർന്ന ചുമതല എന്താണ്? എൻ്റെ കുഞ്ഞെ, എല്ലാ ആത്മാക്കളെയും അപവിത്രതയിൽ നിന്നും പവിത്രമാക്കി മാറ്റുന്നത് ഞാനാണ്. നിങ്ങൾ എന്നെ ഓർമ്മിക്കാനുള്ള കാരണം അതുതന്നെയാണ്. ഞാൻ തന്നെയാണ് നിങ്ങൾക്ക് സദ്ഗതി നൽകുന്നത്. ഞാൻ ദുഃഖങ്ങളെ അകറ്റുന്നവനും സന്തോഷം നൽകുന്നവനുമാണ്. എന്നിട്ടും സങ്കടങ്ങൾ ഉണ്ടാവുന്നത് എന്താ? ഞങ്ങൾ അശുദ്ധരാകുന്നത് എന്തുകൊണ്ടാ? കാരണം ഞാൻ എന്താണോ എങ്ങനെയാണോ അതുപോലെ നിങ്ങൾ എന്നെ മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ എന്നെ വിധിപൂർവം ഓർക്കുന്നില്ല. നിങ്ങൾ എന്നെ വ്യത്യസ്ത രൂപങ്ങളിൽ കണ്ടെത്താൻ ശ്രമിക്കുന്നു. നിങ്ങൾ എന്നെ സർവ്വവ്യാപി എന്ന് പോലും വിളിച്ചിരിക്കുന്നു. നിങ്ങളുടെ പക്കലുള്ളതെല്ലാം നിങ്ങളുടെ മക്കളുടേതു കൂടിയാണല്ലോ. എന്നാൽ നിങ്ങൾ അവൻ്റെ മാതാപിതാക്കളാണെന്ന് നിങ്ങളുടെ കുട്ടി മറന്നാൽ അവന് ഏകാന്തതയും ദാരിദ്ര്യവും അനുഭവപ്പെടും. കുഞ്ഞേ, എൻ്റെ പക്കലുള്ളതെല്ലാം നിങ്ങളുടേതു കൂടിയാണ്. എന്നാൽ നിങ്ങൾ അതോർക്കുന്നില്ല. അതിനാലാണ് നിങ്ങൾ ഒരല്പം സമാധാനവും
ഒരു തുള്ളി സ്നേഹവും കിട്ടിയെങ്കിൽ എന്ന് പറയുന്നത്. അങ്ങേ എങ്ങനെ തിരിച്ചറിയും? അങ്ങ് ഇവിടെ താമസിക്കുന്നില്ലല്ലോ. അങ്ങയുടെ ഉയർന്ന വാസസ്ഥലം എവിടെയാണ്? പ്രകൃതി തത്വങ്ങളാൽ നിർമ്മിതമായ ഈ ഭൗതിക ലോകത്തെ സംസാര ലോകമെന്ന് വിളിക്കുന്നു. നിങ്ങളുടെ ഈ ലോകത്തിനുമപ്പുറത്താണ് എൻ്റെ വാസസ്ഥലം. എൻ്റെ വാസസ്ഥലത്തെ ബ്രഹ്മമഹത്വം എന്നാണ് പറയുന്നത്. നിങ്ങളുടെ പക്കലുള്ള ശാസ്ത്രത്തിൻ്റെ ഉപാധികളാൽ അത് ദൃശ്യമല്ല. അതാണ് എൻ്റെയും നിങ്ങൾ ആത്മാക്കളുടെയും വീട്, പരമോന്നത വാസസ്ഥലം, മുക്തിധാമം, ശാന്തിധാമം എന്നീ പേരുകളിൽ നിങ്ങൾ ആ വീടിനെ ഓർമ്മിക്കുന്നു. ആകാശത്ത് നക്ഷത്രങ്ങളുള്ളതുപോലെ പരംധാമം സ്വർണ്ണ ചുവപ്പ് നിറമുള്ള ആകാശമാണ്. നിങ്ങൾ ആത്മാക്കൾ അവിടെ നക്ഷത്രങ്ങളെപ്പോലെ ജീവിക്കുന്നു. അതിനെ സൈലൻസ് വേൾഡ് എന്നും പറയാറുണ്ട്. ഞങ്ങളും അങ്ങയുടെ കൂടെ പരമമായ വാസസ്ഥലത്ത് ജീവിച്ചിരുന്നോ? എന്താ ഞാനതൊന്നും ഓർക്കാത്തത്? കുഞ്ഞെ, നീ നിന്റെ ഭവനമായ ആത്മലോകത്തിൽ നിന്നും ഈ ലോകത്തിലേക്ക് വന്നിട്ട് വളരെ കാലമായി. നീ എന്നെയും നിന്റെ വീടിനെയും മറന്നുപോയിരിക്കുന്നു. പക്ഷെ ഇന്ന് നിങ്ങൾ മുകളിലുള്ളവൻ എന്നാണ് എന്നെ വിളിക്കുന്നത്. നിങ്ങൾ മുക്തി ആഗ്രഹിക്കുന്നു. അതായത് സ്വന്തം വീട്ടിലേക്ക് മടങ്ങാൻ നിങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നു. ഓ ശരിയാണ്, ഞങ്ങൾ സുവർണകാലം മുതൽ ഈ ലോകത്താണല്ലോ. അപ്പോൾ അങ്ങ് ഞങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വന്നതാണോ? മോളെ, സത്യയുഗത്തിലും ത്രേതായുഗത്തിലും നിങ്ങൾ ആത്മാക്കൾ സമ്പൂർണ്ണ പവിത്രരായിരുന്നു. ദ്വാപരയുഗം മുതലാണ് ദുർവികാരങ്ങൾ ആരംഭിച്ചത്. ഇപ്പോൾ കലിയുഗത്തിന്റെ അവസാനത്തിൽ നിങ്ങളെല്ലാവരും അപവിത്രരായിരിക്കുന്നു. നിങ്ങളെ അശുദ്ധിയിൽ നിന്ന് ശുദ്ധരാക്കി മാറ്റാനും നിങ്ങളെ എല്ലാ ശക്തികളാലും സമ്പൂർണ്ണരാക്കുവാനും ഞാൻ നിങ്ങളുടെ ലോകത്തിൽ അവതരിക്കുന്നു. അതുകൊണ്ടാണ് എപ്പോഴൊക്കെ ധർമ്മത്തിന് ഹാനി സംഭവിക്കുന്നുവോ അപ്പോൾ ഭഗവാൻ ഈ ലോകത്തിൽ അവതരിക്കുമെന്ന് എല്ലാവരും പറയുന്നത്. കുറച്ച് ആത്മാക്കൾ മാത്രമേ ഭഗവാനെ തിരിച്ചറിയുകയുള്ളൂ. അതേ കുട്ടി, ഇപ്പോൾ ആ സമയമാണ്. നിങ്ങളുടെ കുട്ടികൾ പകൽ മുഴുവൻ പഠിക്കാൻ സ്കൂളിൽ പോകുന്നു. വൈകുന്നേരം അവരെ നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. എന്നാൽ വീണ്ടും പിറ്റേന്ന് രാവിലെ അവർ സ്കൂളിലേക്ക് പോകുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ 4 യുഗങ്ങളിലായി ഈ ലോകത്തെ കർമ്മങ്ങളിൽ ഏർപ്പെട്ട് നിങ്ങൾ മടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ അല്പസമയത്തേക്ക് നിങ്ങൾ നിങ്ങളുടെ ഭവനത്തിലേക്ക്, പരമമായ വാസസ്ഥലത്തേക്ക് മടങ്ങും. എന്നിട്ടൊരിക്കൽ കൂടി നിങ്ങളുടെ പങ്ക് വഹിക്കാൻ നിങ്ങൾ സുവർണ കാലഘട്ടത്തിൽ തിരികെ വരുന്നു. ബാബാ, എല്ലാവരും സത്യയുഗത്തിലേക്ക് വരുമോ? കുഞ്ഞെ, നീ പവിത്രമാകുന്നതിനായി എത്ര പരിശ്രമിക്കുന്നുവോ ആ പരിശുദ്ധിയുടെ അടിസ്ഥാനത്തിൽ വീണ്ടും ഈ ലോകത്തേക്ക് വരും. സമ്പൂർണ്ണ പവിത്രതയുള്ള എല്ലാ ആത്മാക്കളും സത്യത്രേതായുഗങ്ങളിൽ വരും. പരിശുദ്ധി അല്പം കുറഞ്ഞ ആത്മാക്കൾ ദ്വാപരയുഗത്തിൽ വരും. ബാക്കിയുള്ള ആത്മാക്കൾ കലിയുഗത്തിലേക്കെത്തും. അതുവരെ ആ ആത്മാക്കളെല്ലാം പരംധാമത്തിൽ തന്നെയായിരിക്കും. ഓ, അതുകൊണ്ടാണ് ജനസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? പരംധാമത്തിൽ നിന്ന് ആത്മാക്കൾ ഈ ലോകത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയല്ലേ? ബാബ, എന്തുകൊണ്ടാണ് എല്ലാവരും അങ്ങയെ തിരിച്ചറിഞ്ഞ് പവിത്രരായി മാറാത്തത്? പ്രിയപ്പെട്ട കുഞ്ഞെ, നിങ്ങൾ ആത്മാക്കൾ ശരീരമെടുക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങളെ കാണാൻ കഴിയുന്നത്. ഞാൻ ജനന മരണചക്രത്തിൽ വരുന്നില്ല. ഞാൻ നിരാകാരനാണ്. നിങ്ങൾക്ക് എന്നെ 3ാം കണ്ണുകൊണ്ട് മാത്രമേ കാണാൻ കഴിയൂ. നിങ്ങളുടെ ശരീരത്തിലെ കണ്ണുകളാൽ എന്നെ കാണാൻ കഴിയില്ല. ദ തേർഡ് ഐ ഓഫ് വിസ്ഡം, ജ്ഞാനത്തിന്റെ, അതായത് അറിവിന്റെ 3ാം കണ്ണ്. ബാബ, ഞങ്ങൾ അങ്ങയെ പല പേരുകളിൽ വിളിക്കുന്നു. എന്നാൽ അങ്ങയുടെ യഥാർത്ഥ പേരെന്താണ്? എൻ്റെ പേര് ശിവൻ. ശിവൻ എന്നാൽ ബിന്ദു. ശിവ് എന്നാൽ മംഗളകാരി. ശിവൻ എന്നാൽ ശാന്തി. ശിവ് ബാബ, അങ്ങയുടെ എല്ലാ ശക്തികളാലും എനിക്കെങ്ങനെയാണ് എന്നെ ശക്തിശാലിയാക്കാൻ സാധിക്കുക? പ്രിയപ്പെട്ട കുഞ്ഞെ, നാളെ രാവിലെ
നേരത്തെ എഴുന്നേൽക്കൂ. ധ്യാനത്തിന്റെ രീതി ബാബ പഠിപ്പിച്ചു തരാം. അതെ ബാബ, എനിക്ക് പവിത്രമാകണം. എനിക്ക് സത്യയോഗിയായി മാറുക തന്നെ വേണം. ഗുഡ് മോർണിംഗ് ബാബ. ഞാൻ പുലർച്ചെ തന്നെ എഴുന്നേറ്റു. കുഞ്ഞേ, ഈ സമയത്തെ അമൃതവേള എന്ന് വിളിക്കുന്നു. എന്റെ സ്മരണയിൽ ഇരിക്കുവാനുള്ള ഏറ്റവും ശ്രേഷ്ഠമായ സമയമാണിത്. ബാബ, അങ്ങയുടെ ശക്തികൾ ഞാൻ എങ്ങനെ അനുഭവിക്കും? മോളെ, നീ കടലിന്റെ തീരത്ത് വെറുതെ നിൽക്കുമ്പോൾ നിനക്ക് സമുദ്രത്തിന്റെ തണുപ്പും ശീതളതയും അനുഭവിച്ചറിയാൻ കഴിയുന്നില്ലേ? പക്ഷേ ഞാനെങ്ങനെ അങ്ങയുടെ അടുക്കൽ വരും? അങ്ങ് പരന്ധാമത്തിലല്ലേ താമസിക്കുന്നത്? കുഞ്ഞേ, നീ ശരീരബോധത്തിൽ നിന്ന് സ്വയത്തെ വേർപെടുത്തണം. ആത്മബോധത്തിൽ സ്ഥിരത കൈവരിച്ച് ബുദ്ധിയാകുന്ന മൂന്നാം കണ്ണുകൊണ്ട് അവിടെ എത്തിച്ചേരുക. ബാബ, പ്ലീസ് ഈസിയായി പറഞ്ഞു തരൂ. ഇത് വളരെ കൺഫ്യൂസിംഗ് ആണ്. ശരി കുഞ്ഞേ, നീ നിന്റെ മാതാപിതാക്കളെ ഓർക്കൂ. മനസ്സിൽ അവരെക്കുറിച്ച് ചിന്തിക്കണം. ബുദ്ധി കൊണ്ടവരെ ദൃശ്യവത്കരിക്കണം. എന്റെ കുട്ടി, നീ വല്ലതും കാണുന്നുണ്ടോ? ഉണ്ട് ബാബ. ഇനി നീ അവരോട് സംസാരിക്കൂ. അവരുടെ മറുപടികൾ ശ്രദ്ധിക്കൂ. അവരുടെ സ്നേഹവും അനുഗ്രഹവും അനുഭവിക്കുക. കുട്ടി, നിനക്ക് എന്തു തോന്നുന്നു? വളരെ നന്നായി തോന്നുന്നു. ഞാൻ അവരോട് നേരിട്ട് സംസാരിക്കുന്ന പോലെയുണ്ട്. മനസ്സ് ഒരു ചിന്ത സൃഷ്ടിക്കുന്നു. ബുദ്ധി അതിൻ്റെ ഒരു ചിത്രം സൃഷ്ടിക്കുന്നു. നിങ്ങളത് അനുഭവിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഓർമ്മ. ഇതുതന്നെയാണ് ധ്യാനത്തിൻ്റെ ആദ്യപടി. അതിനർത്ഥം ആദ്യം തോട്ട് ക്രിയേറ്റ് ചെയ്യണം, പിന്നെ അത് വിഷ്വലൈസ് ചെയ്യണം. അപ്പോൾ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാകും. മെഡിറ്റേഷൻ എന്നാൽ ഒരു ചിന്തയുമില്ലാതെ ഇരിക്കണമെന്നാണ് ഞാൻ കരുതിയിരുന്നത്. അതുകൊണ്ടാണ് എനിക്കൊരിക്കലും മെഡിറ്റേഷൻ ചെയ്യാൻ കഴിയാതിരുന്നത്. കുട്ടി, നീ എങ്ങനെ നിന്റെ മാതാപിതാക്കളെ ഓർത്തുവോ അതുപോലെ തന്നെ എനിക്കെന്റെ പരമാത്മാവിനെ ഓർക്കണം, അല്ലേ? പക്ഷേ എൻ്റെ മാതാപിതാക്കളുടെ രൂപവും അവരുടെ വീടും ഞാൻ കണ്ടിട്ടുണ്ട്. അതിനാൽ അവരെ ഓർക്കാൻ എളുപ്പമാണ്. കുഞ്ഞേ, നീ എന്നോടൊപ്പം പരമമായ വാസസ്ഥലത്ത് താമസിച്ചിരുന്നു. പരംധാമത്തെയും എന്നെയും നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ധാരണയോടെ എന്നെ ഓർക്കുക. അതുകൊണ്ടാണ് ഇതിനെ അറിവിന്റെ മൂന്നാം കണ്ണ് എന്ന് വിളിക്കുന്നത്. അറിവ് എന്നാൽ മനസ്സിലാക്കൽ എന്നാണ് അർത്ഥം. മോളെ, ആത്മാവിന്റെ രൂപത്തിലിരുന്നു കൊണ്ട് നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് സൂര്യചന്ദ്രന്മാരുടെയും നക്ഷത്രങ്ങളുടെയും മണ്ഡലങ്ങൾക്കപ്പുറത്തേക്ക് പോവുക. ആത്മാക്കളുടെ ഭവനത്തിലെത്തിച്ചേരുക. എൻ്റെ അടുത്ത് വന്നിരിക്കുക. എൻ്റെ ശക്തികളാൽ സ്വയം നിറയ്ക്കുക. എൻ്റെ കുഞ്ഞെ, എന്നെ ഓർക്കാൻ നിങ്ങൾ കണ്ണടയ്ക്കേണ്ടതില്ല. ഇന്ന് വരെ ഞാൻ അങ്ങയെ പൂജിച്ചിരുന്നത് കണ്ണുകൾ അടച്ചാണ്. പക്ഷെ ബാക്കി എല്ലാവരെയും തുറന്ന കണ്ണുകളോടെ ഓർമ്മിക്കുന്നു. അതുപോലെ ഇനിയും ബാബയെയും ഓർമ്മിക്കാൻ കഴിയും. അതെ എൻ്റെ കുട്ടി, ഇരിക്കുമ്പോൾ മാത്രമല്ല എന്നെ ഓർക്കേണ്ടത്. നടക്കുമ്പോഴും സഞ്ചരിക്കുമ്പോഴും കർമ്മങ്ങൾ ചെയ്യുമ്പോഴും എന്നെ ഓർക്കുക. എളുപ്പവും നാച്ചുറലുമായി ഓർമ്മ. ഞാൻ ആത്മാവ് ഈ ശരീരത്തിന്റെ യജമാനാണ്. ഞാനൊരു ശുദ്ധ ആത്മാവാണ്. ഞാൻ ശാന്തമായ ആത്മാവാണ്. ആത്മാവായ ഞാൻ എൻ്റെ പരമപിതാവിനെ കാണാൻ പോകുന്നു. ബാബയെ കാണാൻ ഞാൻ പരന്ധാമത്തിലേക്ക് പോകുന്നു. സൂര്യന്റെയും ചന്ദ്രന്റെയും ലോകം മുറിച്ചു കടക്കുന്നു. പരമോന്നത വാസസ്ഥലമായ സ്വർണ്ണ ചുവപ്പാർന്ന ആ ലോകത്തിലേക്ക് ഞാൻ എത്തിച്ചേരുന്നു. ഇതാണ് എൻ്റെ വീട്. നിരാകാരിയായ ബാബ, ശിവബാബയുടെ അടുത്ത് ഞാൻ ആത്മാവെത്തിയിരിക്കുന്നു. സ്നേഹത്തിൻ്റെ കടൽ,
സർവശക്തനായ ദൈവത്തിൻ്റെ എല്ലാ ശക്തികളോടും കൂടി ഞാൻ ആത്മാവ് നിറഞ്ഞിരിക്കുന്നു. ഞാൻ ഭാരരഹിതമാകുന്നു. എനിക്ക് ശക്തി തോന്നുന്നു. പ്രിയപ്പെട്ട ബാബ, എനിക്ക് അങ്ങയോട് എല്ലാ കാര്യങ്ങളും സംസാരിക്കാനാവും. എൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ ബാബയിൽ നിന്നും ലഭിക്കും. പ്രിയപ്പെട്ട കുഞ്ഞേ, എങ്ങനെയാണോ സൂര്യരശ്മികൾ നിങ്ങളുടെ ശരീരത്തെ ആരോഗ്യമുള്ളതാക്കുന്നത്, അതുപോലെ അറിവിൻ്റെ സൂര്യനായ എൻ്റെ ശക്തികൾ നിങ്ങളെ ശക്തിശാലിയായ ആത്മാവാക്കി മാറ്റുന്നു. ബാബ, ഇന്ന് ഞാൻ രാവിലെ വീട്ടിൽ മെഡിറ്റേഷൻ ചെയ്തു. പക്ഷെ ഓഫീസിനെ കുറിച്ചുള്ള ഒരുപാട് ചിന്തകൾ മനസ്സിലുണ്ടായിരുന്നു. പരന്ധാമത്തെയും ബാബയെയും എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞില്ല. പ്രിയപ്പെട്ട കുഞ്ഞേ, തുടക്കത്തിൽ മെഡിറ്റേഷൻ പരിശീലിക്കേണ്ടതുണ്ട്. ഇത് സുഗമമാകുന്നതിന് നീ ധ്യാന കേന്ദ്രത്തിലേക്ക് പോവുക. അവിടെ എൻ്റെ എല്ലാ കുട്ടികളും ഒരുമിച്ച് ധ്യാനിക്കുന്നു. അവിടെ നിങ്ങൾക്ക് ധ്യാനം പഠിപ്പിച്ചു തരാൻ സഹോദരിമാരുണ്ട്. അതായത് ജ്ഞാനവും ധ്യാനവും പഠിക്കാൻ സെന്ററുകളുണ്ടോ? അതെ എൻ്റെ കുഞ്ഞെ, നീ 4 ചുവടുകൾ കൂടി നടന്നാൽ മതി, സെന്ററിൽ എത്തും. എല്ലാവരും കൂട്ടായി മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ വൈബ്രേഷൻസ് എത്ര പവർഫുൾ ആയിരിക്കും. ബ്രഹ്മകുമാരീസ്, ഇതെന്താ? എൻ്റെ കുഞ്ഞെ, അകത്തേക്ക് പോയി ധ്യാനത്തിലിരിക്കുക. എന്തൊരു ശാന്തിയാണ്, എന്തൊരു ശക്തിയാണ്. എനിക്ക് വളരെ ലൈറ്റായി ഫീൽ ചെയ്യുന്നു. ഇതാരാണ്? പ്രിയപ്പെട്ട കുഞ്ഞേ, നിങ്ങളുടെ പഴയ കലിയുഗത്തിന് ഇനി ഇങ്ങനെ തുടരാനാവില്ല. സുവർണകാലം വരാനിരിക്കുന്നതേയുള്ളൂ. എന്നാൽ ഈ വലിയ പരിവർത്തനം ശാസ്ത്രത്തിനോ മറ്റെന്തെങ്കിലും ശക്തിക്കോ സാധ്യമല്ല. സ്വയം പരിവർത്തനത്തിലൂടെ മാത്രമേ ലോക പരിവർത്തനം സാധ്യമാകൂ. നിങ്ങളുടെ ലോകത്ത് അനീതി അതിൻ്റെ ഉച്ചസ്ഥായിലെത്തുമ്പോഴെല്ലാം ഞാൻ ഈ ലോകത്തേക്ക് വരുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു. എൻ്റെ വാഗ്ദാനമനുസരിച്ച് ഞാൻ പരംധാമം ഉപേക്ഷിച്ച് നിങ്ങളുടെ ലോകത്തേക്ക് വരുന്നു. ഇത് ലോകചക്രത്തിൻ്റെ 5ാമത്തെ ചെറിയ യുഗമാണ്. ഇതാണ് സംഗമയുഗം. ഈ ചിത്രങ്ങളിൽ ഒരു നീണ്ട കഥയുണ്ട്. ബാബ, പ്ലീസ് ആ കഥ പറയൂ. 1936 സിന്ധിൽ ദാദാ ലേഖ്രാജ് എന്ന പേരുള്ള ഒരു പ്രശസ്ത സ്വർണ്ണ വ്യാപാരി ഉണ്ടായിരുന്നു. കുടുംബത്തിൻ്റെയും ബിസിനസിൻ്റെയും ഉത്തരവാദിത്വങ്ങൾ വളരെ നന്നായി കൈകാര്യം ചെയ്തിരുന്നു. അദ്ദേഹം വലിയ ഭക്തനായിരുന്നു. ഒരു ദിവസം ബനാറസിൽ വെച്ച് ദാദയ്ക്കൊരു വിചിത്രമായ അനുഭവമുണ്ടായി. യുദ്ധം, പ്രകൃതി ദുരന്തങ്ങൾ, അക്രമം, രോഗം എന്നിവയുടെ ദർശനങ്ങൾ അദ്ദേഹത്തിന് കാണാനായി. നാശത്തിൻ്റെ പുകയിൽ നിന്ന് നക്ഷത്രങ്ങൾ മുകളിൽ പറന്ന് ആത്മലോകത്തിലേക്ക് പോകുന്നത് ദാദ കണ്ടു. ദാദയ്ക്ക് പേടി തോന്നിയിട്ടുണ്ടാവും. ബാബ, അങ്ങാണോ അദ്ദേഹത്തിന് ഈ ദൃശ്യങ്ങൾ കാണിച്ചു കൊടുത്തത്? അതെ എൻ്റെ കുട്ടി, എല്ലാം അവസാനിക്കാൻ പോവുകയാണെന്ന് ദാദയ്ക്ക് തോന്നി. അങ്ങനെ അദ്ദേഹം ഏകാന്തതയിൽ കൂടുതൽ സമയം ചിലവഴിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ മറ്റൊരു ദൃശ്യം കൂടെ കാണിച്ചു കൊടുത്തു. തിളങ്ങുന്ന നക്ഷത്രങ്ങൾ ഇറങ്ങി വരികയും അവ മനോഹരമായ ദിവ്യരൂപം സ്വീകരിക്കുകയും ചെയ്യുന്നു.
അദ്ദേഹം ആ ശബ്ദം കേട്ടു. അത്തരമൊരു ലോകം നിങ്ങൾ സൃഷ്ടിക്കേണ്ടതുണ്ട്. അതിനർത്ഥം അങ്ങ് അദ്ദേഹത്തിന് കലിയുഗത്തിന്റെ അവസാനത്തിന്റെയും സത്യയുഗത്തിന്റെ തുടക്കത്തിന്റെയും ദർശനങ്ങൾ നൽകി അല്ലേ? കുഞ്ഞേ, ദാദാ ലേഖ്രാജിന് മനസ്സിലായിരുന്നില്ല ഈ ചിത്രങ്ങളെല്ലാം ഞാനാണ് കാണിച്ചു കൊടുക്കുന്നത് എന്ന്. ഒരിക്കൽ ദാദാ കുടുംബത്തോടൊപ്പം ഒരു സത്സംഗിൽ ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന് അദ്ദേഹം എഴുന്നേറ്റ് പോയി. അദ്ദേഹത്തിന്റെ മരുമകൾ ബ്രിജിന്ദ്ര അദ്ദേഹത്തെ പിന്തുടർന്നു. അപ്പോൾ കണ്ടത് ദാദാ ആഴത്തിലുള്ള ആത്മപരിശോധനയിലാണെന്ന് കണ്ടു. അദ്ദേഹത്തിന് ചുറ്റും പ്രകാശവലയമുണ്ടായിരുന്നു. ഒപ്പം വളരെ മൃദുവായ ഒരു ശബ്ദം അദ്ദേഹത്തിൽ നിന്ന് പ്രതിധ്വനിച്ചു. നിജാനന്ദ സ്വരൂപം, ശിവോഹം ശിവോഹം. പ്രകാശസ്വരൂപം, ശിവോഹം ശിവോഹം. ജ്ഞാനസ്വരൂപം, ശിവോഹം ശിവോഹം. ബാബ, അങ്ങ് എന്തിനാണ് അദ്ദേഹത്തിലൂടെ താങ്കളുടെ പരിചയം നൽകിയത്? കുഞ്ഞേ, ഈ ലോകത്ത് പ്രവർത്തിക്കാൻ നിങ്ങൾക്കൊരു ശരീരം എടുക്കേണ്ടതുപോലെ നിങ്ങളോട് സംസാരിക്കണമെങ്കിൽ എനിക്കും ഒരു ശരീരത്തിൻ്റെ പിന്തുണ അത്യാവശ്യമാണ്. പ്രേരണ ഉപയോഗിച്ച് എനിക്ക് വിശദീകരിക്കാമെങ്കിലും നിങ്ങൾ ആത്മാക്കളുടെ ശക്തി കുറഞ്ഞിരിക്കുന്നതിനാൽ ചിന്തകളുടെ ഭാഷ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ബാബ, ഞങ്ങൾ കാലങ്ങളോളം സംസാരിച്ചിട്ട് പോലും പരസ്പരം പറയുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ചിന്തകളെ ക്യാച്ച് ചെയ്യുന്നത് ഇമ്പോസിബിൾ ആണ്. അതുകൊണ്ടാണ് ഞാൻ ദാദാ ലേഖ്രാജിന്റെ ശരീരത്തിന്റെ സഹായം സ്വീകരിച്ചത്. ദാദയെ കാണാൻ ഒരുപാട് കുടുംബങ്ങൾ വന്നു തുടങ്ങി. അവരിൽ കുറച്ചു പേർ നിരാകാരനായി എൻ്റെ ദർശനം കണ്ടു. വരാനിരിക്കുന്ന സുവർണയുഗ കാലത്തിൻ്റെ ദർശനങ്ങൾ മറ്റു ചിലർക്ക് കാണാനായി. ദാദയുടെ ശബ്ദത്തിലൂടെ ഞാൻ കുട്ടികൾക്ക് അവരുടെ ആത്മാവിനെക്കുറിച്ചുള്ള അറിവ് നൽകി. എൻ്റെ അശരീരി രൂപത്തെക്കുറിച്ചും വരാനിരിക്കുന്ന സുവർണ ലോകത്തെക്കുറിച്ചുമുള്ള അറിവ് നൽകി. അങ്ങനെ അവർ എൻ്റെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും പിന്തുടരാൻ തുടങ്ങി. അപ്പോൾ ദാദാ ലേഖ്രാജിയാണോ ഇവിടുത്തെ ഗുരുജി? പ്രിയപ്പെട്ട കുഞ്ഞെ, ലോകപരിവർത്തനത്തിന്റെ ദൗത്യം ഞാനാണ് ചെയ്യിക്കുന്നത്. ദാദാ ലേഖ്രാജ് എൻ്റെ ഉപകരണമാണ്. നിങ്ങൾ പഠിക്കുന്നത് പോലെ, സ്റ്റുഡൻ്റായി ഇരിക്കുന്നത് പോലെ ദാദാ ലേഖ്രാജ് എൻ്റെ ആദ്യത്തെ സ്റ്റുഡൻ്റാണ്. തൻ്റെ കുറവുകളും ദൗർബല്യങ്ങളും ഇല്ലാതാക്കാൻ ദാദാ വളരെയധികം പരിശ്രമിച്ചു. ഈ കൊച്ചുകുട്ടികൾ എന്തിനാണ് ഇങ്ങനെ പുറത്തു നിൽക്കുന്നത്? പവിത്രത നിറഞ്ഞ ഒരു ജീവിതം സ്വീകരിക്കണമെന്ന കാരണത്താൽ ധാരാളം എതിർപ്പുകളുണ്ടായി. പെൺകുട്ടികൾ അടിച്ചമർത്തപ്പെട്ടു. പക്ഷെ ഞാൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. എല്ലാ തടസ്സങ്ങളെയും അവർ സ്ഥിരതയോടെ മറികടന്നു. 14 വർഷത്തെ ധ്യാനത്തിന് ശേഷം 300 കുട്ടികളുടെ ആദ്യ സംഘം 1950 കറാച്ചിയിൽ നിന്ന് രാജസ്ഥാനിലെ മൗണ്ട് അബുവിലെത്തി. അപ്പോഴേക്കും എൻ്റെ കുട്ടികൾ തയ്യാറായി കഴിഞ്ഞിരുന്നു. ഞാൻ അവരെ രാജ്യത്തിൻ്റെ എല്ലാ കോണുകളിലേക്കും അയച്ചു. നിരാകാരനായ പരമാത്മാവ് ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നു എന്ന സന്ദേശം എല്ലാവരിലേക്കും എത്തിക്കാൻ അവർ തുടങ്ങി. വിജ്ഞാനത്തിൻ്റെയും ധ്യാനത്തിൻ്റെയും ശക്തികൾ ഉപയോഗിച്ച് സുവർണകാലം സ്ഥാപിക്കണം. ഞാൻ ദാദാ ലേഖ്രാജിനെ പ്രജാപിത ബ്രഹ്മ എന്ന നാമകരണം ചെയ്തു. കുട്ടികൾ അദ്ദേഹത്തെ സ്നേഹപൂർവം ബ്രഹ്മബാബ എന്ന് വിളിക്കുന്നു. ഓ, അതുകൊണ്ടാണ് പുറത്ത് ബ്രഹ്മകുമാരീസ് എന്ന് എഴുതിയിരിക്കുന്നത് അല്ലേ? എനിക്ക് ബ്രഹ്മബാബയെ കാണാനാകുമോ? പ്രിയപ്പെട്ട കുഞ്ഞെ, ലോകപരിവർത്തനത്തിന്റെ ഈ ദൗത്യം
അത് ഞാനാണ് പൂർത്തിയാക്കുന്നത്. 1969 ജനുവരി 18 ബ്രഹ്മബാബ തന്റെ അവ്യക്ത സ്വരൂപത്തിൽ എത്തിച്ചേർന്നു. എന്നാൽ എന്റെ ദൗത്യം ലോകമെമ്പാടും അതിവേഗം വ്യാപിച്ചുകൊണ്ടിരുന്നു. ലക്ഷക്കണക്കിന് കുട്ടികൾ വീടുകളിൽ തന്നെ താമസിച്ചുകൊണ്ട് ആത്മീയ ജ്ഞാനവും ധ്യാനവും പവിത്രതയും ഉൾക്കൊണ്ട് ലോക പരിവർത്തനത്തിനുള്ള എന്റെ ദൗത്യത്തിൽ പങ്കുചേർന്നിരിക്കുന്നു. ബാബ, എനിക്കും അങ്ങയുടെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ഗോൾഡൻ ഏജിലെ സംസ്കാരങ്ങളെ സൃഷ്ടിക്കാൻ കഴിയുമോ? പ്രിയപ്പെട്ട കുഞ്ഞേ, എന്റെ പ്രിയപ്പെട്ട കുട്ടി, ബാബ എപ്പോഴും നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങൾ ധൈര്യത്തിന്റെ ഒരു ചുവട് വയ്ക്കുക. ദശലക്ഷക്കണക്കിന് സഹായം നിങ്ങൾക്ക് ലഭിക്കും. വിജയം സുനിശ്ചിതമാണ്. നന്ദി ബാബ, നന്ദി ബാബ, നന്ദി ബാബ. പിരിമുറുക്കം, ദേഷ്യം, ദുഃഖം, അസുഖങ്ങൾ, ആസക്തികൾ എന്നിവയെ മറികടക്കാൻ സ്വാതിയെപ്പോലെ നിങ്ങളും ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങൾക്കും ഇവയിൽ നിന്നെല്ലാം മോചനം വേണമെന്നുണ്ടെങ്കിൽ, നിരാകാരനായ പരമാത്മാവുമായി ബന്ധം സ്ഥാപിക്കാൻ, നിങ്ങളെ തന്നെ ശക്തരാക്കുവാൻ രാജയോഗ ധ്യാനം അഭ്യസിക്കുക. 7 ദിവസം 1 മണിക്കൂർ സൗജന്യ രാജയോഗ മെഡിറ്റേഷൻ പഠിക്കാനായി തൊട്ടടുത്തുള്ള രാജയോഗ സെന്ററുമായി ബന്ധപ്പെടുക.